അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? ജയശങ്കര. ജ്യോതിഷ്ഠി നമ്മൾ തുടങ്ങുമല്ലേ? ജയശങ്കര തുടങ്ങാം, ആരംഭിക്കാം. ജയശങ്കര ജയശങ്കര ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ അംഗങ്ങൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സംബന്ധിച്ചവർക്കും ഇനി അതല്ലാതെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു രാമായണക്കാറ്റ് വീശുകയാണ്. വീണ്ടും ഒരു രാമായണ മാസം ആഘോഷിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇത് ആഘോഷ സമയത്ത് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ രാമായണ, അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. നമുക്കറിയാം, വാത്മീകി രാമായണം എഴുതുന്ന അതിനുശേഷം നിരവധി ആളുകൾ രാമായണം എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ ഒരു മാനസിക ഉല്ലാസവും ഒരു ഉത്കർഷത്തിനും നമ്മുടെ ഒരു ജീവിത ശൈലി, ജീവിതചര്യ കെട്ടിപ്പടുക്കുന്നതിനുമെല്ലാം ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് പ്രയോജനപ്പെട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ രാമായണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വാത്മീകിയെയും അതുപോലെ തന്നെ തുഞ്ചത്ത് എഴുത്തച്ഛനെയും സ്മരിക്കാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം അതൊന്ന് സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. അപ്പം ഇന്ന് മുതൽ അടുത്തൊരു 31 ദിവസത്തേക്ക് നമ്മൾ രാമായണ പാരായണവും രാമായണക്കാറ്റ് ആഘോഷിക്കുകയാണ്. നമ്മളത് മുൻപ് ചെയ്തതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ആദ്യത്തെ ഇത് തുടക്കം കുറിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ ചാപ്റ്ററാണ്. തുടർന്ന് അങ്ങോട്ട് ഈ 31 ദിവസത്തേക്കും കേരളത്തിന് വെളിയിലും വിദേശത്തുമുള്ള വിവിധ ചാപ്റ്ററുകളിലെ അംഗങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പം ഇന്ന് ഇത് അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ ചാപ്റ്ററാണ്. അപ്പം ഇതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കൊരു ഗുരുവന്ദനത്തിനായിട്ട് ആലപ്പുഴ ചാപ്റ്ററിൻ്റെ കോർഡിനേറ്റർ ശ്രീമതി സരസ്വതി നർദ്ദനം, നമ്മുടെ സരസ്വതി അപ്പോളെ വളരെ വിനയത്തോടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അജ്ഞാനാന്തർ ജനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോക ഭവതവ ശിഖാ താപപാപാസ്യ മാനാം മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തി ശരതി ഭുവനേ ശങ്കരാചാര്യ രൂപാം സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ
कृतौ वन्दे भगवन्तौ पुनः पुनः सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा पूर्वं रामतपोवनातिगमनं हत्वा मृगं काञ्चनं वैदेहीकरणं जटायुमरणं सुग्रीव सम्भाषणं बाली निग्रहणं समुद्रतरणं लङ्कापुरीदहनं कृत्वा रावण कुम्भकर्णनिधनं सम्पूर्ण रामायणं कुजन्तं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकि कोकिलम् हरे राम 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 हरे 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 कृष्ण 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 हरे हरे जय शंकर ജയശങ്കര. നമ്മുടെ ഇനി കാര്യക്രമത്തിൽ നമ്മുടെ എല്ലാ ശ്രോതാക്കളെയും ഇതിൽ ഈ ഓൺലൈൻ ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഔപചാരികമായിട്ടൊരു സ്വാഗതം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, ആ ഒരു കർത്തവ്യമാണ്. അത് നിർവഹിക്കുന്നത് സൂറത്ത് ചാപ്റ്ററിൻ്റെ കോർഡിനേറ്റർ ശ്രീമതി ശോഭാകൃഷ്ണനെ അതിനായിട്ട് വിനയാന്വിതനായി ക്ഷണിച്ചുകൊള്ളും. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇന്ന് ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ രാമായണക്കാറ്റ് എത്തിയിരിക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന കർമ്മമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യമായി നമ്മുടെ മാനേജിംഗ് ട്രസ്റ്റിയായ ശ്രീ സുരേഷ് പാഴൂർജിയെ ആദരപൂർവം രാമായണക്കാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഫൗണ്ടർ മെമ്പർ ബോർഡ് ഡയറക്ടറും അതിലുപരി നമ്മുടെ ഗുരുവായ ശ്രീ ജയകൃഷ്ണൻജിയെ ആദരപൂർവം രാമായണക്കാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ എക്സിക്യൂട്ടീവ് ട്രസ്റ്റിയും നമുക്ക് നേർവഴി കാട്ടിത്തരുന്നതുമായ ശ്രീ ജ്യോതിഷ് ജിയെ രാമായണക്കാറ്റിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ശേഷം ആലപ്പുഴ ജില്ലാ ചീഫ് കോർഡിനേറ്ററും ബാലശങ്കരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് രാമായണത്തിലെ അറിവ് പകർന്നു നൽകുന്നതുമായ ശ്രീമതി ഉഷ അന്തർജനത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററും നമ്മളെ ഗാന ആസ്വാദകരാക്കുന്നതുമായ ശ്രീമതി സരസ്വതി അന്തർജനത്തെ സ്നേഹപൂർവം രാമായണക്കാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശേഷം കോട്ടയം ചാപ്റ്ററിന്റെ കോർഡിനേറ്ററും കഥകളി പദങ്ങളും മറ്റും കൽപ്പിക്കുന്നതുമായ ശ്രീ രാജീവ് ജിയെ സ്നേഹപൂർവം രാമായണക്കാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ കാസർഗോഡ് ചീഫ് കോർഡിനേറ്ററും
നാരായണീയത്തിലെയും ഭഗവത്ഗീതയിലെയും ഗുണപാഠങ്ങൾ മനസ്സിലാക്കി തരുന്നതുമായ ശ്രീ മാധവൻ നമ്പൂതിരിയെ നമ്മുടെ രാമായണക്കാറ്റിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കൊല്ലം ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററും ഏതൊരു ശ്ലോകം ചൊല്ലിയാലും അതിന്റെ സാരം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതുമായ ശ്രീ വാമനൻ നമ്പൂതിരിയെ ആദരപൂർവം രാമായണക്കാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശേഷം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന ശ്രീമതി ഉഷ ചേന്നസിനെയും സ്നേഹപൂർവം രാമായണക്കാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലുപരി നമ്മുടെ ഇന്നത്തെ ദീപപ്രജ്വലനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തുന്ന പ്രശസ്ത താന്ത്രിക ആചാര്യനും ചങ്ങനാശ്ശേരി NSS കോളേജിലെ അധ്യാപകനും ആയ ഡോക്ടർ ശ്രീകാന്ത് കടിയക്കോലിനെ രാമായണക്കാറ്റിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇന്ന് കുറെ നല്ല അറിവുകൾ നമുക്ക് പകർന്നു തരുമെന്ന് വിശ്വസിക്കുന്നു. ശേഷം നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എല്ലാ അംഗങ്ങളെയും ഈ രാമായണക്കാറ്റിലേക്ക് ഞാൻ സ്നേഹപൂർവം ആദരപൂർവവും സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് പാലക്കാട് ആസിഫ് ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ ശ്രീമതി ഉഷ ചേന്നാസ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഈ വർഷവും വീണ്ടും ഒരു രാമായണക്കാറ്റ് ഇന്ന് തുടങ്ങുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള 31ഓളം ചാപ്റ്ററുകളായിട്ടാണ് ഓരോ ദിവസവും ഈ രാമായണം പാരായണം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറച്ച് പരിപാടികളെ കുറിച്ച് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. ഒന്നാമത്തേതും ആദ്യത്തേതുമായ സത്സന്ധ്യ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച രാത്രി 8 മുതൽ 9 വരെ എല്ലാ ഞായറാഴ്ചയും സത്സന്ധ്യ നടത്താറുണ്ട്. ഈ വരുന്ന സത്സന്ധ്യ 255ാമത്തെ സത്സന്ധ്യയാണെന്ന് പറയുമ്പോൾ ആ പ്രവർത്തനത്തിന്റെ ഒരു ഭംഗി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമതായി അദ്വൈത ലഹരി എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച 3 തൊട്ട് 4 വരെ വൈകുന്നേരം 4 വരെ വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുക്കളെ കുറിച്ചും പഠന ക്ലാസ് നമുക്കറിയാം. ശ്രീ വിശ്വനാഥൻ സാർ കഴിഞ്ഞ 3.5 വർഷമായി 40ഓളം എപ്പിസോഡുകളായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായി ദിഗ്വിജയം ആദിശങ്കരാചാര്യരുടെ ജീവിതവും കൃതികളെ കുറിച്ചുമുള്ള സ്വാമിനിയുടെ അവലോകനവും എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ച 8 തൊട്ട് 9 വരെ രാത്രി നടത്താറുണ്ട്. അതും ഇനി വരുന്നത് 25ാമത്തെ എപ്പിസോഡാണെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇനി 4ാമത്തേത് സനാതന ധർമാമൃതമാണ്. അതായത് സനാതന ധർമ്മത്തെക്കുറിച്ച് അറിയുന്നതിനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനുമായി എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച രാത്രി 8 തൊട്ട് 9 വരെയാണ് ഈ പരിപാടി നടത്താറുള്ളത്. 5ാമത്തേതായി അഹം ബ്രഹ്മാസ്മി. നമുക്ക് ഏവർക്കും അറിയാം, ആദിശങ്കരാചാര്യരുടെ ആത്മീയ പൈതൃകത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അമൂല്യ കൃതികളായ സൗന്ദര്യലഹരി നമ്മൾ പഠിച്ചു തീർന്നു എന്ന് പറയാം. പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ 2ാം ഘട്ടമായി ഭജഗോവിന്ദം തുടങ്ങിയിരിക്കുകയാണ്. 6ാമത്തേതായി അതുല്യ ഭാരതം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതോടൊപ്പം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുല്യ ഭാരതം. 7ാമത് ക്ഷേത്രായനം. ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധി ആർജിച്ചതും എന്നാൽ പലർക്കും അറിയാത്തതുമായ അമ്പലങ്ങളെ പരിചയപ്പെടുത്തുക വഴിയാണ് ഈ ക്ഷേത്രായനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 8ാമത്തേത് ബാലശങ്കരം എന്ന പരിപാടിയിൽ സനാതനധർമ്മം കുട്ടികൾക്ക് എന്ന പദ്ധതിയിലൂടെ എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച രാത്രി 8 തൊട്ട് 9 വരെ കുട്ടികൾക്കായി ഒരു പരിപാടി നടത്തുകയാണ്. 9ാമത് മെഡിറ്റേഷൻ ക്ലാസ്. ധ്യാനത്തിനായി അതിന്റെ ആത്മതലങ്ങളിലേക്ക് എല്ലാ 2ാം ശനിയും രാത്രി 8:30 മുതൽ 9 വരെ നമ്മൾ മെഡിറ്റേഷൻ ക്ലാസ്
നടത്താറുണ്ട്. അടുത്തത് 10ാമത് ആത്മായനം യാത്ര. സ്വയം കണ്ടെത്താനുള്ള യാത്ര അഥവാ തീർത്ഥാടനം. ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളിലേക്ക് ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും ഓരോ യാത്ര വീതം. ഇനി വരുന്ന മധുര രാമേശ്വരം യാത്ര 5ാമത്തെ യാത്രയാണ്. 11ാമതായി ശങ്കരപഥം യാത്ര. ശങ്കരന്റെ തൃപ്പാദങ്ങൾ പതിഞ്ഞ പുണ്യസ്ഥലങ്ങളിലൂടെ ഒരു യാത്ര എല്ലാ മാസവും നടത്തപ്പെടുന്നു. 12ാമതായി ശ്രീ ശങ്കര സ്മൃതി. ആദിശങ്കരാചാര്യ ജയന്തി ആഘോഷങ്ങൾ കൊല്ലത്തിൽ ഒരിക്കലാണ് ജയന്തി ദിവസം നടത്തുന്നത്. 13ാമത് സുകൃതം സംസ്കൃതം. നമുക്ക് ഏവർക്കും അറിയാം, ദേവഭാഷയായ സംസ്കൃതം സാധാരണക്കാർക്കും പഠിക്കാനായ ഒരു അവസരം. എല്ലാ ഞായറാഴ്ചയും രാത്രി 7:30 മലയാളത്തിലും, എല്ലാ ഞായറാഴ്ചയും അല്ല, മാസത്തിൽ രണ്ടാമത്തെ ഞായറാഴ്ച അതുപോലെ രാവിലെ 11 ഇംഗ്ലീഷിലും നടത്തുകയാണ്. ഇനി 15ാമത് ശങ്കരഗ്രാമം. ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് അവരുടെ ജീവിത നിലവാരം ശക്തിപ്പെടുത്തുന്നതോടൊപ്പം കുട്ടികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യവും മുൻനിർത്തി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ശങ്കരഗ്രാമം. പിന്നീട് ചാരിറ്റി. മാനുഷിക പരിഗണനയെ മുൻനിർത്തി വൈദ്യസഹായവും അതിന് വേണ്ടതായ ധനസഹായവും ആവശ്യക്കാർക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചാരിറ്റി പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ 16ഓളം വിവിധ ശാഖകളായി ആദിശങ്കര ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബൃഹത്തായ ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഇന്ന് തുടങ്ങുന്ന രാമായണാചരണത്തോടൊപ്പം നമുക്കും ചേരാം. നന്ദി, നമസ്കാരം. ജയശങ്കര. ജയശങ്കര. ഈ വർഷത്തെ നമ്മുടെ രാമായണക്കാറ്റിൻ്റെ ഔപചാരികമായ തുടക്കവും അത് വളരെ ശോഭയോടുകൂടി ദീപപ്രജ്വലനത്തോടുകൂടി ആരംഭിക്കാനുള്ള ഒരു നടപടിയാണ് അടുത്ത നമ്മുടെ കാര്യക്രമത്തിലുള്ളത്. നമ്മൾ ആദിശങ്കര ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എല്ലാ ചാപ്റ്ററുകളിലേക്കും അയച്ചിരുന്നത് പോലെ നമുക്ക് ഏറ്റവും ഈ ഒരു കർമ്മം നിർവഹിക്കാൻ ഏറ്റവും സമുചിതനായൊരു വ്യക്തിത്വത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ ശ്രീകാന്ത് കടിയക്കോൽ. അദ്ദേഹത്തിൻ്റെ ഇല്ലം കോട്ടയം ജില്ലയിലെ കുടമാളൂർ കുമാരനെല്ലൂരിന് സമീപത്താണ് കടിയക്കോൽ ഇല്ലം. അത് താന്ത്രിക ആചാര്യന്മാരുടെ തന്നെ ഒരു കുടുംബമാണ്. താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഒരു കുടുംബമാണത്. ഈ താന്ത്രിക വിദ്യകളും അതിൻ്റെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും ഒക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ സംസ്കൃതവും പഠിച്ച് മലയാള ഭാഷാ സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ശ്രീകാന്ത് കടിയക്കോൾ കേരളത്തിൽ തന്നെ വിവിധങ്ങളായ കോളേജുകളിൽ, വിവിധ സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ അധ്യാപന ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൽ മലയാള വിഭാഗത്തിൻ്റെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു അനുഗ്രഹ പ്രഭാഷണം രാമായണത്തെ, രാമൻ്റെ യാത്രയാണല്ലോ ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. രാമൻ്റെ യാത്ര. അതല്ലെങ്കിൽ നമ്മുടെ ആ അറിവില്ലായ്മ, അജ്ഞാനം, മനസ്സിലുള്ള അജ്ഞാനം, അറിവില്ലായ്മയെല്ലാം നീക്കി അത് മാറ്റി നമുക്ക് ജ്ഞാനത്തിൻ്റെ വെളിച്ചം പകരാൻ ഉപകരിക്കുന്നതാണ് ഈ ഒരു രാമായണ പഠനവും ഇതിൻ്റെ ഒരു അവലോകനവും. അല്ല, അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക്, ഇപ്പം രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, മനുഷ്യ ജന്മ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു അടുപ്പം അറിയാനും നമ്മുടെ ഈ അജ്ഞാനമെല്ലാം മാറ്റി രാമനെ കാണാനും ഭഗവാനെ കാണാനും ഭഗവത് ദർശനം സാധ്യമാകാനും നമുക്ക് ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ഇത് ആചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും രാമായണത്തിൻ്റെ മഹത്വം എന്താണെന്നുള്ളതിനെക്കുറിച്ചും എല്ലാം പ്രഭാഷണം ചെയ്യുന്നതിനും അനുഗ്രഹിക്കുന്നതിനും ഒപ്പം തന്നെ ദീപപ്രോജ്വലനം നടത്തുന്നതിനും ആരാധ്യനായ ഡോക്ടർ ശ്രീകാന്ത് കടിയക്കോൽ അവരെ വളരെ ആദരവോടുകൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്.
അങ്ങയുടെ വോയിസ് കേൾക്കുന്നില്ല. ആ മ്യൂട്ട് ഒന്ന് മാറ്റിക്കോളൂ. ശ്രീകാന്ത്ജിയുടെ വോയിസ് കേൾക്കുന്നില്ല. മൊബൈലിലായാലും കുഴപ്പമില്ല, മൊബൈലിലായിക്കോട്ടെ. ആദ്യം വിളക്ക് കത്തിച്ചോളൂ. വിളക്ക് കത്തിച്ചിട്ട് അപ്പുറ സമയത്ത് മൊബൈലിൽ നിന്ന് ഇതായിക്കോളൂ. ഇതിനെ പറ്റിയ പ്രശ്നമാണ്. എൻ്റെ ലാപ്ടോപ്പ് എന്തോ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഗൂഗിൾ മീറ്റും ഒക്കെ ആയതുകൊണ്ട് അതിൽ നമ്മൾ വർത്തമാനം പറഞ്ഞ സമയം വെറുതെ കളയുന്നില്ല. എന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം കേൾക്കാം കേൾക്കാം. തീർച്ചയായിട്ടും. നമസ്കാരം. ഞാനിവിടെ ഇരിക്കുന്നത് ആദിശങ്കര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ 31 ദിവസം രാമായണ മാസാചരണം നടക്കുന്നു. രാമായണക്കാറ്റ് നിങ്ങൾക്ക് വേണ്ടി ദീപപ്രജ്വലനം നടത്താൻ സാധിച്ചത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായി തന്നെ കാണുക. കാരണം മുമ്പ് സംസാരിച്ചവരെയൊക്കെ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് അത്ഭുതത്തോടെയും വളരെ ആകാംക്ഷയോടെയുമാണ് ഞാനിത് കേട്ടുകൊണ്ടിരുന്നത്. അതിന് കാരണം എത്രയോ പരിപാടികൾ, നിരവധി കാര്യങ്ങൾ, സത്സംഗങ്ങൾ, വിജ്ഞാനപ്രദമായ ക്ലാസ്സുകൾ, പല പ്രശസ്തന്മാരെ കൊണ്ട്, മഹാന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇതിനോടകം തന്നെ നടക്കുകയും നടന്നുകൊണ്ടിരിക്കും എന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം ചേരാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമായി ഞാൻ കാണുന്നു. എന്തായാലും ഈ രാമായണം എന്ന് പറയുന്ന മഹാകാവ്യം, ആ മഹാകാവ്യത്തെക്കുറിച്ചും ആ മഹാകാവ്യത്തിൻ്റെ തത്വജ്ഞാനങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളം അറിവ് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മുൻപിൽ ചില കാര്യങ്ങൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. കൂടുതലായി എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് ഈശ്വരാധീനം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. കാരണം ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ, കാരണം ഇത്രയും കുറേ നാൾ കൊണ്ടുള്ള പരിചയം കൊണ്ട് നിങ്ങൾക്ക് അറിവുള്ളതാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിനയാന്വിതനായി നിങ്ങളോട് 2 വാക്കുകൾ വാൽമീകിയുടെ ആ പാദങ്ങളിൽ നിന്ന്, നഖങ്ങളിൽ നിന്ന് വരുന്ന ആ വിളക്ക്, ആ വെളിച്ചം എൻ്റെ വാക്കുകളെ നയിക്കട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ രാമായണത്തെ കാണുന്നത്. കാരണം പലതരത്തിലുള്ള വ്യാഖ്യാനപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ശ്രീരാമൻ എന്ന് പറയുന്ന പേര് പലപ്പോഴും അവതരിക്കുക തന്നെ, അല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ അത് ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ പേരിൽ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും പരസ്പര സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും എങ്ങനെയൊക്കെയാണ് കഴിയേണ്ടതെന്നും ഒക്കെയുള്ള വലിയ സന്ദേശം നൽകുന്ന ഒരു കൃതിയാണ് രാമായണത്തിന്റെ ആദ്യത്തെ ശ്ലോകം തന്നെ മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശശ്വതി സമാ യത് ക്രൗഞ്ചമിഥുനാദേകം അവധി മോഹിതം എന്ന് പറയുന്ന ആ ശ്ലോകം പോലും വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെ? മാനിഷാദ് അരുതു കാട്ടാള എന്നാണല്ലോ നമ്മളൊക്കെ, ഞാനൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ധാരാളം കേട്ടിരിക്കുന്നത്. പിന്നീട് സംസ്കൃതം പഠിക്കാനിടയാവുകയും അറിവുള്ളവർ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥം എന്തായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം ഒരു കാട്ടാളനോട് അരുത് എന്ന് പറഞ്ഞ
അത്രയധികം വിശിഷ്ടമാകുന്നത് എന്നൊക്കെ പിന്നീട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. യഥാർത്ഥത്തില് മാ എന്ന് പറയുന്ന, അരുത് എന്ന് പറയുന്ന ഒരു നിഷേധാത്മക പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും ഒരു മഹാകാവ്യം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു നിഷേധാത്മക ശബ്ദത്തിൽ ആരംഭിക്കുകയില്ല. എപ്പോഴും നാന്ദി ശ്ലോകം, വന്ദന ശ്ലോകം എന്ന് പറയുന്നത് ഒരു ദേവസ്തുതിയോട്, ഒരു ഈശ്വര സ്തുതിയോടുകൂടി മാത്രം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് പലർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കുമെങ്കിൽ പോലും എന്താണ് മാ നിഷാദ പ്രതിഷ്ഠാം എന്ന് പറയുന്ന ശ്ലോകത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ മാ എന്ന് പറഞ്ഞാൽ അരുത് എന്ന് പറയുന്നതല്ല അർത്ഥം. മാ രമ എന്നാണ്. മായ്ക്ക് രമ എന്ന ആണ് അതിന്റെ പര്യായം ആയി വരുന്നത്. മംഗലദേവതയായ ലക്ഷ്മി ദേവി എന്ന അർത്ഥത്തിലാണ് മാ എന്ന് പറയുന്ന വാക്ക് പോലും ഉള്ളത്. അന്നേരം മാ നിഷാദ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ. നിഷാദൻ എന്ന് പറയുന്നത് നിഷീദതി ഇത് നിഷാദാണ്, ഇരിക്കുന്ന സ്ഥലം എന്നാണ്, ഇരിപ്പിടമായിട്ടുള്ളത്. അന്നേരം ലക്ഷ്മി ദേവി ഇരിക്കുന്ന സ്ഥലം, ലക്ഷ്മി ദേവിയോടുകൂടി ചേർന്നിരിക്കുന്നത് ലക്ഷ്മി ദേവിയോട് ചേർന്നിരിക്കുന്ന മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടാണ് രാമായണം ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനെ ലക്ഷ്മി ദേവിയോടുകൂടി ചേർന്നിരിക്കുന്ന മഹാവിഷ്ണുവിന് ത്വമഗമ ശാശ്വതീ സമ, ശാശ്വതമായ കീർത്തി ഉണ്ടാവട്ടെ. അല്ലയോ മഹാവിഷ്ണു, ലക്ഷ്മി ദേവിയോട് കൂടിയിരിക്കുന്ന മഹാവിഷ്ണു, അങ്ങ് കീർത്തി ഉണ്ടാവട്ടെ എന്ന് സ്തുതിക്കുന്നു. എന്തിനു വേണ്ടിയാണ് എന്നാണ്? ആ കീർത്തി ഉണ്ടാവാനുള്ള കാരണമാണ് യത് എന്ന് പറഞ്ഞാൽ എന്തെന്ന പറയുന്നത് പക്ഷി എന്ന അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ ഞാനൊക്കെ കേട്ടിരിക്കുന്നു കുട്ടിക്കാലത്ത്. പക്ഷെ ഇവിടെ ക്രൗഞ്ചം എന്ന് പറയുന്ന വാക്ക് നശിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ രാക്ഷസൻ എന്ന് പറയുന്ന അർത്ഥത്തിലാണുള്ളത്. അപ്പൊ ക്രൗഞ്ചം എന്ന് പറഞ്ഞാൽ രാക്ഷസനാണ്. ക്രൗഞ്ച മിഥുനം എന്ന് പറയുന്നത് രാവണനും മണ്ഡോദരിയുമാണ് ക്രൗഞ്ച മിഥുനങ്ങൾ എന്ന് പറയുന്നത്. ക്രൗഞ്ച മിഥുനാത് ഏകം, അതിലൊന്ന്. ഇവിടെ പുല്ലിംഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ക്രൗഞ്ച മിഥുനങ്ങളിലെ ഒരാൾ, ഒന്ന് എന്ന് പറയുന്ന രാവണൻ, ആ കാമമോഹിതനായിരിക്കുന്ന ആ രാവണനെ അവധി എന്നാണ്, കൊല്ലുന്നു എന്നാണ്, കൊല്ലുകയാണ്. അവധി എന്ന് പറഞ്ഞാൽ കൊല്ലുകയാണ്. അപ്പോ കാമമോഹിതനായിരിക്കുന്ന രാവണനെ, അല്ലെങ്കിൽ ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ വധിച്ചതുകൊണ്ടാണ് അല്ലയോ ലക്ഷ്മി വല്ലഭനായ മഹാവിഷ്ണു, അങ്ങേക്ക് ശാശ്വതമായ കീർത്തി ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഈ രാമായണം ആരംഭിച്ചിട്ടുള്ളത് തന്നെ. അപ്പം പലപ്പോഴും നമുക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പല വാദങ്ങളും നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മഹാകാവ്യം മംഗളസൂചകമായ വാക്കിൽ ആരംഭിക്കുമ്പോൾ അതിന് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതായത് ഏതൊരു കാവ്യം വ്യംഗ്യമായിട്ടെങ്കിലും അതിന്റെ കാവ്യ അർത്ഥത്തെ സൂചിപ്പിക്കണം എന്നാണ്. ഇവിടെ അതുകൊണ്ടാണല്ലോ രാമായണത്തിന്റെ കാവ്യത്തിന്റെ പൊതുവെ നമുക്ക് മനസ്സിലാക്കിയാൽ പ്രധാനമായിട്ടുള്ളതും രാമന്റെയും രാവണന്റെയും, അല്ലെങ്കിൽ രാവണനെ വധിച്ച രാമന്റെ കഥയാണ്. അപ്പം അത് സൂചിപ്പിക്കുന്നു ഈ ശ്ലോകത്തിൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മറ്റൊന്ന്, എന്താണ് രാമായണം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇപ്പൊ ഇങ്ങനെ ഒരു കാവ്യം കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം, ഈ രാമായണം വായിച്ചുകൊണ്ട് എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചാൽ, സംസ്കൃത കാവ്യങ്ങളിലെ എല്ലാം മമ്മടന്റെ കാവ്യപ്രകാശത്തിലാണ് ഈ കാവ്യ പ്രയോജനത്തെ കുറിച്ച് പറയുന്നത്. കാവ്യം യശസേർദ്ധകൃതേ വ്യവഹാരവിദേ ശിവേതരക്ഷതയെ സദ്യ പരനിർവൃതയെ കാന്താ സംമിതയോപദേശയുജേന. കാവ്യം യശസേർദ്ധകൃത, യശസ്സും കീർത്തിയും ധനവും കീർത്തിയും നൽകുന്നതാണ് കാവ്യം. വ്യവഹാരവിധ ലോക വ്യവഹാരങ്ങളിൽ ശിവേതരക്ഷതേ, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് വാക്കിന്റെ അർത്ഥം. ശിവേതരം എന്ന് പറഞ്ഞാൽ അമംഗളം, ശിവം അല്ലാത്തത്, മംഗളമല്ല ജയിപ്പിക്കുന്നു. ശിവേതരക്ഷതയെ, മംഗളമല്ലാത്തതിനെ
ക്ഷയിപ്പിക്കുകയാണ്. അപ്പോൾ അമംഗളത്തെ ഇല്ലാതെയാക്കുന്നു, ധനവും കീർത്തിയും നൽകുന്നു, ജ്ഞാനം നൽകുന്നു, കാന്താ സംമിതയോപദേശ, കാന്തയെ പോലെ ഉപദേശം നൽകുന്നതാണ്. കാന്ത എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്. കാന്ത ഭാര്യയെ പോലെ ഏറ്റവും നന്നായി ഒരാൾ ഉപദേശിക്കാൻ പറ്റുന്നത് ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേണ്ടത് വേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളാണ് ഭാര്യ. മറ്റോ പലർക്കും പല വഴിയിൽ നയിക്കാം, പല രീതിയിൽ പോകാം. പക്ഷേ വേണ്ട കാര്യങ്ങൾ വേണ്ടവണ്ണം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പാകത്തിനുള്ള ഒരാള് ഭാര്യയാണെന്നാണ് പറയുക. അപ്പൊ ഭാര്യയെ പോലെ ഉപദേശിക്കുന്നതാണ് കാവ്യം. അപ്പൊ എങ്ങനെയാണോ ഏതൊക്കെ തരത്തിലുള്ള മേന്മകളാണ് ഒരു കാവ്യത്തിന് വേണ്ടത് എന്ന് സംസ്കൃതത്തിലെ മഹാപണ്ഡിതന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ളത് പരിശോധിച്ചാൽ രാമായണവും ഇതിലൊട്ടും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു മഹാകാവ്യം തന്നെയാണ് രാമായണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ ആധുനിക ജീവിതത്തിൽ നമ്മളിപ്പം ഈ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ധാരാളം പ്രതിബന്ധങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പല പല പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് രാമദർശനമാണ്, ഭഗവാനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ ആ രാമായണത്തിലൂടെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കണം. ഈ രാമായണം പലവട്ടം വായിച്ച് അതിലൂടെ നമുക്ക് ഈശ്വരനെ തിരിച്ചറിയാൻ സാധിക്കണം. കാണൽ എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് മാത്രമുള്ള കാണലല്ലല്ലോ, അതിനപ്പുറത്തേക്കുള്ളൊരു ഉൾക്കാഴ്ചയും രാമായണം നമുക്ക് നൽകുന്നുണ്ട്. രാമനെ കണ്ട ഒരു കഥ പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് അഹല്യയുടെ കഥയാണ്. അഹല്യ, ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം എന്ന് അഹല്യ പറയുമ്പോൾ, അതായത് എത്രയോ നാൾ ശിലയായി നിരാഹാരയായി ഏകാന്തതയിൽ ഒരു വനത്തിനുള്ളിൽ കഴിഞ്ഞ അഹല്യ ആ ശ്രീരാമന്റെ പാദസ്പർശമേറ്റ മാത്രയിൽ എത്രയോ ദേവന്മാർ ഈ ശ്രീരാമന്റെ പാദസ്പർശമേക്കാൻ കൊതിച്ചിരുന്ന എത്രയോ ദേവന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ആ ശ്രീരാമന്റെ പാദം സ്പർശമേക്കാൻ ഭാഗ്യം സിദ്ധിച്ചത്, ശ്രീരാമ ദർശനം സാധ്യമായത് അഹല്യയ്ക്ക് മാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതൊരു വലിയ പ്രതീക്ഷയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. അതായത് എത്ര നാൾ ഇങ്ങനെ ശിലയായി ഇരിക്കേണ്ടി വന്നാലും, എത്ര നാൾ നിരാഹാരം ഇരിക്കേണ്ടി വന്നാലും, എത്ര നാൾ ഇങ്ങനെ നോക്കി ഏകാന്തതയിൽ ഇരിക്കേണ്ടി വന്നാലും ഒരിക്കൽ നമുക്ക് ശ്രീരാമനെ കാണാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അഹല്യയുടെ കഥ. അപ്പം അഹല്യയെ പോലെ ആ ശ്രീരാമന്റെ പാദസ്പർശമേക്കാൻ, ശ്രീരാമനെ ഒന്ന് കാണുവാൻ, ഭഗവാനെ ഒന്ന് നമുക്കൊന്ന് ദർശിക്കുവാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും അത് രാമായണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാവ്യം എന്നുള്ള അർത്ഥത്തിൽ രാമായണത്തെ നമുക്ക് കാണാം. ധാരാളം ഈ പുതിയ കാലത്ത് നമുക്കൊന്നിനും നേരമില്ലല്ലോ. ഇങ്ങനെ ഓടി നടക്കുന്ന എത്രയും വേഗം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. പക്ഷേ ആ ഒരു നിമിഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. നിരന്തരമായ അധ്വാനം കൊണ്ട്, നിരന്തരമായ ഒരു തപസ് കൊണ്ട് നേടിയെടുക്കുന്നത് വലിയ ലോകം ആയിരിക്കും എന്നുള്ളത് തന്നെ നമുക്ക് രാമായണത്തിൽ നിന്ന് നമുക്ക് ബോധ്യമായി തീരും. അങ്ങനെ നിരവധി കഥകൾ, രാമായണത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് ഇത്തരത്തിലുള്ള കഥകളിലൂടെ കിട്ടുന്ന അറിവ് അല്ലെങ്കിൽ വലിയ തത്വജ്ഞാനം നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനുള്ളത് ഇത് മാത്രമാണ്. അതായത് വലിയൊരു പ്രതീക്ഷയാണ് നമുക്ക് ഈ ലോകത്തിന്റെ മുമ്പിൽ ആവശ്യമായിട്ടുള്ളത്. രാമായണത്തെക്കുറിച്ചും രാമനെക്കുറിച്ചും ആരൊക്കെ എന്ത് വേണമെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, നമുക്കൊരു വലിയൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. അത് ശ്രീരാമൻ നയിച്ച ഒരു പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ പാത രാമായണത്തിലൂടെ നമുക്ക് ആ പാതയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ കർക്കിടക മാസം മുഴുവൻ, യഥാർത്ഥത്തിൽ കർക്കിടക മാസത്തിൽ മാത്രമല്ല ഏത് സമയത്തും വായിക്കാൻ പറ്റിയ ഒരു കൃതി തന്നെയാണ് രാമായണം. എങ്കിൽ പോലും വിശേഷാൽ ഈ കർക്കിടക മാസത്തിൽ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാമായണ കാറ്റ് എന്നുള്ള പേരിൽ
നമ്മളുടെ രാമായണ പാരായണം നടത്തുന്നു. ആ രാമായണ കാറ്റേറ്റ് അതിൻ്റെ കുളിർമയിൽ സർവ്വ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ സാധിച്ചത് എൻ്റെ ഒരു പുണ്യമായി ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. രാജീവേട്ടൻ മ്യൂട്ടാണ്. രാജീവേട്ടൻ മ്യൂട്ടാണ്. മ്യൂട്ട് മാറ്റിയില്ല. രാജീവേട്ടന്റെ മ്യൂട്ടാണ് ഇപ്പോഴും. അടുത്ത പരിപാടി ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. എന്റെ ഇങ്ങനെ തന്നെ മൈക്ക് ഓൺ ആയിട്ടേ കാണുന്നത്. ഇപ്പൊ ഓക്കെ. ഞാൻ ഹെഡ്സെറ്റ് മാറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല് വളരെ ലഘുവായിട്ടാണെങ്കിലും പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആ വളരെ വിസ്തൃതമായ വളരെ വ്യാപ്തിയുള്ള ആ തത്വം നമുക്ക് നമ്മുടെ അജ്ഞാനമെല്ലാം നീക്കി ഭഗവത് ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോ അതിന് എന്നും നിത്യേന ഈ രാമായണ പാരായണം ചെയ്യണം എന്നാണ് പറയുന്നത്. ശരിക്കും അതൊരു നല്ലൊരു ഇതല്ലേ. പിന്നെ പറഞ്ഞ അഹല്യയുടെ കഥ പറഞ്ഞത് മതി. മുനിശാപം കൊണ്ട് ഒരു ശിലയായിട്ട് കാട്ടില് ഉറച്ചു. ഭഗവാൻ ഇന്ന് വരും, നാളെ വരും, അല്ലെങ്കിൽ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ മറ്റന്നാൾ വരും. അങ്ങനെ കാത്ത് പ്രതീക്ഷ, ഇന്ന് വരും നാളെ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന അതും നമ്മുടെ അങ്ങനെയാണ്. നമുക്കും നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ആ ഒരു മംഗള സുദിനം വന്നുയർന്നു. അഹല്യയ്ക്ക് മോക്ഷം കിട്ടി, ഭഗവാനെ നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ള. അപ്പൊ നമ്മുടെ ആ മനസ്സിലുണ്ടാകുന്ന അജ്ഞാനം അല്ലെങ്കിൽ സംഘർഷങ്ങൾ, ആ പ്രശ്നങ്ങൾ അതെല്ലാം നീക്കി ഒരു യുദ്ധവുമില്ലാത്ത ഒരു അയോധ്യയായിട്ട് നമ്മുടെ മനസ്സ് മാറണം. അതാണ് ഞാൻ മനസ്സിലാക്കിയ ആ ഒരു തത്വത്തിൽ നിന്ന്. എന്തായാലും വളരെ സന്തോഷം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു അനുഗ്രഹ പ്രഭാഷണം ശ്രവിക്കാൻ സാധിച്ചതിനും അത് നൽകാൻ സാധിച്ചതിനും വളരെ സന്തോഷം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നിസ്സീമമായ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഇനി ഇന്നത്തെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കർഷിച്ചിട്ടുള്ള ആ രാമായണ ഭാഗം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് പാരായണം ചെയ്യുന്നത് ബാലകാണ്ഡത്തിന്റെ തുടക്കം ശ്രീരാമ രാമ രാമ. അതായത് കടിയക്കോൽ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ശ്രീ ഐശ്വര്യത്തോടു കൂടി ആ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് പറഞ്ഞത്. ശ്രീ മംഗളദായകം ആണെന്ന് പറഞ്ഞു, മാ എന്ന് പറഞ്ഞു. അതുപോലെ ശ്രീരാമ രാമ രാമ എന്ന് തുടങ്ങുന്ന ആ സ്തുതിയോടുകൂടിയാണ് ബാലകാണ്ഡം ആരംഭിക്കുന്നത്. അപ്പൊ അവിടെ മുതൽ എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും എന്ന് വരെയുള്ള ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. അപ്പൊ അതിന് തിരുവനന്തപുരം ചാപ്റ്ററിൽ പാരായണം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട അംഗങ്ങളൊക്കെ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ പാരായണത്തിന്റെ അതൊന്ന് നിയന്ത്രിക്കുന്നതിനായിട്ട് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരാച്ചാൽ അതൊന്ന് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നു. ഓരോരുത്തർ ഓരോ ഭാഗവും വായിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ള ആളുകളെ
ആ സമയാസമയങ്ങളൊന്ന് വിളിച്ച് ഈ പാരായണം എത്രയും പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് തീർക്കാൻ വെച്ചാൽ ഞാൻ പറഞ്ഞ സമയം എല്ലാവർക്കും ഒരു വിഷയമാണല്ലോ. അങ്ങനെ തീർക്കുന്നതിന് വേണ്ടി ഒന്ന് സഹായിക്കണം, സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയുടെ കോർഡിനേറ്റർ ഒന്ന് അത് കൈകാര്യം ചെയ്യുക. ഞാൻ എന്ന അനുവാദത്തോടു കൂടി ഒന്ന് വിടവാ. ആകട്ടെ. നമുക്ക് ഇനിയും വീണ്ടും തീർച്ചയായിട്ടും പല പേരുകളിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും സന്തോഷം. നമസ്തേ ജയശങ്കര. തിരുവനന്തപുരം ജില്ലയുടെ കോർഡിനേറ്റർ എത്തിയിട്ടില്ലാത്തത് കൊണ്ട് പറഞ്ഞല്ലോ ഇന്ന ആളുകളുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ലതാജിയെ സാദരം ക്ഷണിക്കുന്നു. സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം പാരായണം ചെയ്യാം. ലതാജി. നമസ്കാരം, ഞാൻ ലത ബിജു. എന്റെ ഭർത്താവ് ദേവസ്വം ബോർഡ് ശാന്തിയാണ്. എനിക്ക് 2 കുട്ടികളാണ്. താഴപ്പള്ളി ഇല്ലാണ് ഭർത്താവിന്റെ ഇല്ലം. എന്റെ ഇല്ലം നന്ദിയാട്ട് വടക്കമറവൂര്. ഭർത്താവ് കോട്ടയാണ്, പാലക്കാടാണ് ഇപ്പം ഒരു സെറ്റിലായിരിക്കുന്നത്. രാമൻ നമ്പൂതിരി എന്നാണ് ഭർത്താവിന്റെ പേര്. 2 ഇരട്ട കുട്ടികളാണ് എനിക്കുള്ളത്, ശ്രീദേവി, ശ്രീറാം. ഇനി പാരായണം തുടങ്ങാം. ബാലകാണ്ഡം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നവസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ കൃതി ഹൃദരമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ. ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ. കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ. വാരണം ചെയ്തിടുവാനാവോളും വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദം എന്നുടെ നാവുതന്മേൽ. വാണി മാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്കേങ്ങാങ്കനെ യഥാകാനനേ ദിഗംബരൻ. വാരിജോത്ഭവ മുഖ വാരിജ വാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ. ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ. പാരാദസലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവ വസസുത നന്ദന പുത്രൻ വ്യാസൻ. വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി. താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും. കാമനാശനനു മാ വല്ലഭൻ മഹേശ്വരൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ. മാമകേ മനസ്സി വാണിയിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാഥ ആദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും. വാരിജരാശി പ്രാണനാഥയും മമ. വാരിജമകളായ ദേവിയും തുണയ്ക്കണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ
ചരണാംബുജലീന പാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളോ വന്ദിക്കുന്നേ. ആധാരം നാനാജഗന്മേനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥ താൻ അരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരായി കാണായൊരു ഭൂദേവ പ്രഭരന്മാർ തദ്വര ശാപാദികൾ ദാത്യ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മ പാദജ്ഞൻ പാദജനജ്ഞാനി ഞാമാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേ. വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളോം തുണയ്ക്കേണം സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിര്യതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനി പതിതനയൻ ഗണപതി സുരവാഹിനി പ്രതി പ്രമദ ഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി കേടനാംപതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം. മകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ അഗ്രജൻ മമ സദാം വിദൂഷമാമഗ്രേസരൻ നാഥനേകാന്തവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമരാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാവിരഞ്ച വിരചിതം. സന്തോഷം ലതാജി, വളരെ സന്തോഷം. വളരെ ഭംഗിയായിട്ട് ഭക്തി നിർഭരമായിട്ട് തന്നെ വ്യക്തമായിട്ട് പാരായണം ചെയ്തിട്ട് വളരെ സന്തോഷം. സംഘടനയുടെ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നാരായണേട്ടനെ ബാക്കി ഭാഗം പാരായണം ചെയ്യുന്നതിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ചേട്ടനൊന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് പാരായണം ചെയ്താലും. നമസ്തേ, ഞാൻ ശ്യാമള, നാരായണേട്ടന്റെ വൈഫാണ്. ഹൗസ് വൈഫാണ്, വേറെ ജോലിയൊന്നുമില്ല. തിരുവനന്തപുരത്താണ് സ്വന്തം നാട്. പയ്യന്നൂര്. കണ്ണാടി ഇല്ലം എൻ്റെ ഇല്ലം, ഏട്ടന്റെ ഇല്ലം പുതുക്കുളം. ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ജോലിയുള്ള ആളാട്ടോ. ജോലി ഇല്ലാന്ന് പറയാം. നമ്മുടെ കണ്ണാടി ഉണ്ണികൃഷ്ണന്റെ സഹോദരിയാണ്. അതെ. തുടങ്ങട്ടെ. വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ബാലകാണ്ഡം തുടർച്ച. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ധാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൻ. വാണിയിടുക വണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ. നാണമാകുന്നു താനും അതിനെന്താപതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യമി അധ്യാത്മരാമായണം. മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമീ ജന്മം കൊണ്ടേ.
ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ, ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ. രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ, ബദ്ധരാകിലുടൻ മുക്തരായി വന്നുകൂടും. ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം. ദുഗ്ധാബ്ധി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലേ രത്നപീഠേ സവിഷ്ടം ധ്യാനനിഷ്ഠം ബാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോകിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവമാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകാവാസ സർവേശ്വര മഹേശ്വര, സർവ ശങ്കര ശരണാഗത ജനപ്രിയ, സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവിൻ ഇരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പോ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടേണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനഃ ആശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷം അകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗത്പദേ. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുദേ കനിഞ്ഞരുളി ചെയ്തേടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതുക അതു ചൊൽവാൻ. ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തതു കേട്ട് തെളിഞ്ഞു ദേവൻ. ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തോ. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറിയിലാഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തക്കാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണ ഏകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മസച്ചിന്മയൻ
സകളാത്മകനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടൂരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം സീതാരാഘവമരുസൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ. കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവി മനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യാബുക്കഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശനവ്യനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായ സൂര്യകോടി തുല്യ തേജസ ജഗശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറു ഭക്രിയാ വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൾ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും കൊണ്ട് സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ, നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ. നിർമ്മലൻ ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവന്നറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ. ശ്രീരാമദേവനായവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവരാ. കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാനുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. എന്നുടെ പ്രതിയായ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തത്സാന്നിധ്യം കൊണ്ടെന്നാ സൃഷ്ടമാവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. തത്സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തത്സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവോ. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ പതിപ്പായി കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായി അടുത്തോരോ ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു. സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ഭൂക്കുയാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഭക്തിയായോരഹല്യാശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരപമകം പൂക്കൂ. മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു.
പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും അടക്കി വൻപോടയോധ്യയും പൂക്കു. 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനു അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവു കൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപൂരം പൊക്ക വൃത്താന്തം കേട്ട ശേഷം ചിന്താശോകത്തോടുതക്രിയാദികൾ ചെയ്തു. ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പൊക്ക കാലത്തു വിരാധനെ ഖണ്ഡിച്ചു. കുംഭോദ്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്തു. ദണ്ഡമെന്നിയെ രക്ഷോവംശത്തെയൊടുക്കുവാൻ പൊക്കിയത് പഞ്ചവടി തത്ര വാണിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ. രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ ലക്ഷ്മണനകളുടെ നാസികാഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ച് യുദ്ധത്തിനായി വന്നിതു. 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചെന്നാൽ മായയാ പൊന്മാനായി വന്ന മാരീചൻ തന്നെ സഹായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിന് മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷധനങ്ങളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പൊക്കിതു പമ്പാതീരം തത്ര കണ്ടിതു. പിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പുതൻ അന്യോന്യം സഖ്യം ചെയ്തു. വൃത്താര്യപുത്രനായ ബാല്യേ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്ത ദക്ഷിണ ജലധീര സേതുബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്രാമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്ത് രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്കരം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നരുളീടിനാൻ ജഗന്നാഥൻ. യാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. വളരെ ഭംഗിയായിട്ട് ഭക്തി നിർഭരമായിട്ട് ചേച്ചി ശ്യാമള ചേച്ചി നന്നായി വായിച്ചു. കാരണം കൂടെ വായിക്കുന്നവർക്കൊക്കെ തന്നെ അർത്ഥം മനസ്സിലാകത്തക്കവണ്ണം ഒപ്പം വായിക്കാൻ പാകത്തിന് വായിച്ചു. വളരെ സന്തോഷം. അടുത്ത ഭാഗം വായിക്കുന്നതിനെയൊക്കെ നാരായണേട്ടനെ ക്ഷണിച്ചു. എൻ്റെ പേര് നാരായണൻ. ഞാൻ ISRO സയന്റിസ്റ്റ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തു. നേരത്തെ പറഞ്ഞു തിരുവനന്തപുരത്ത് താമസം. സ്വന്തം നാട് കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂരാണ്. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദപീരമന്യഭയനേകാനന്ദാത്മകൻ. ആത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃംഗരാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ. തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ. പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ. തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ
അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലലോചന തത്വം ഉപദേശിച്ച ശേഷം മഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്തും മഞ്ജുളവാച പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ. തേജോരൂപിണിയാകുമെന്നുടെ മായാതങ്ങൾ വ്യാജമെന്ന് കവിവരാ ഓരോരോ ജലാശയേ കേവലം മഹാകാശം. നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ മദ്ഭക്തനായുള്ളവനി പദമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മദ്ഭക്തി വിമുഖന്മാ ശാസ്ത്രഗ്രന്ഥങ്ങൾ തോറും തൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും ഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. പരമമുപദേശമില്ലിതിന്മീതെയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം. സാക്ഷാൽ ശ്രീരാമ പ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്ത സംസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരതം പഠിച്ചിടുന്നു പുമാൻ. മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ള ഭയം നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ. മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപീ മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്തായോഗി വൃന്ദാപഹാരി സുവർണസ്തേ ഈ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജനായി വരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവനരുൾ ചെയ്തു കേട്ടു തിങ്ങീടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗളാത്മാവേ മമ ഭർത്താവേ ജഗത്പതേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ. പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയമതുമൂലമെന്നുണ്ട് ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തതുമേ മതിയെല്ലാം. സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളെല്ലാം കിംഷണന്മാർക്കും വിദ്യയുണ്ടാകയില്ലല്ലോ. കിങ്കണന്മാരായുള്ളോർക്കർത്ഥമുണ്ടായി വരാം. കിമൃണന്മാർക്കു നിത്യ സൗഖ്യമുണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രി കേട്ടുകൊള്ളൂ എന്നരുൾ ചെയ്തു വേദാഭൂഷതകോടി ഗ്രന്ഥവിസ്തരം. പുരാവേദ സംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി 4,000 നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചനതിലിതു ചുരുക്കി രാമദേവൻ
നമുക്കുപദേശിച്ചിടനാചീടിനാനേവം പുരാം അധ്യാത്മരാമായണമെന്നു പേരിതിന്നിതമധ്യായനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ ഒന്നുമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയശങ്കര ചേട്ടാ, വളരെ സന്തോഷം. നമസ്തേ. ഇന്ന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ചേട്ടനോട് ഞാൻ ഇതൊന്ന് പാരായണം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടെ പാരായണം ചെയ്യാം എന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. കാരണം പാരായണം ചെയ്യാമെന്ന് ഏറ്റിരുന്ന 3 പേർക്ക് ഓരോരോ കാരണങ്ങളാൽ, ഒരാളുടെ വീട്ടിലെ വിരുന്നുകാർ വന്നു, വേറൊരാൾക്ക് സന്ധ്യയ്ക്ക് അമ്പലത്തിൽ പോകണം, അങ്ങനെ ഓരോ ആവശ്യങ്ങൾ വന്നുകൊണ്ട് അവർക്ക് പാരായണം ചെയ്യാൻ അസൗകര്യം ഇന്ന് 1 മണിക്കൂർ മുമ്പാ പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ ചേട്ടനെ വിളിക്കുകയും ഞങ്ങൾ പാരായണം ചെയ്യാമെന്ന് പറയുകയും ചെയ്ത് നമ്മളോട് സഹകരിച്ച് വളരെ ഭക്തി നിർഭരമായി പാരായണം ചെയ്ത് ഒരു ഭക്തിയുടെ അന്തരീക്ഷം നമുക്ക് ഏവർക്കും നൽകിയ നാരായണേട്ടനും ശ്യാമള ചേച്ചിക്കും അതുപോലെ തന്നെ ലതാജിക്കും എല്ലാവർക്കും സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം. ഉഷോപ്പോടെ ഇന്ന് ഇവര് വളരെ ഗംഭീരമായിട്ട് പാരായണം ചെയ്ത ബാലകാണ്ഡത്തിലെ ആ ഭാഗങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പ്രഭാഷണം, ഒരു പ്രശ്നോത്തരിയും ഉഷോപ്പോട് തന്നെ നയിക്കുകയാണ് ഏറ്റവും ഉത്തമം. നമസ്തേ. നമുക്ക് ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തിലൂടെ സമയം വളരെ കുറവാണ്. നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒന്ന് കടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും പുസ്തകം തന്നെ നോക്കാം. ബാലകാന്ഡം ആരംഭമാണെന്ന് പാരായണം ചെയ്തു തുടങ്ങിയത് ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു. എല്ലാ വിഘ്നങ്ങളും തീർക്കുന്നതായ ആ ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തുടങ്ങുന്നത്. ശ്രീരാമ രാമ രാമ എന്ന് തുടങ്ങി ആ ശ്രീരാമചന്ദ്രനായ, ശ്രീരാമഭദ്രനായ, സീതാഭിരാമനായ, ലോകാഭിരാമനായ, രാവണാന്തകനായ, ആ രാഘവാത്മാരാമനായ, രമണീയ വിഗ്രഹനായ ആ നാരായണ സ്വാമിയെ സ്തുതിക്കുകയാണ്. പിന്നീട് ശ്രീരാമചരിതം പാടി തരാൻ ശാരിക പൈതലിനോട് വന്ദ്യന്മാരെ വന്ദിച്ചുകൊണ്ട് ശ്രീരാമസ്തുതി ചൊല്ലാൻ പറയുന്നു. അടുത്തതായിട്ട് ഇഷ്ടദേവതാ വന്ദനം. കാരണനായ ഗണനായകൻ, ബ്രഹ്മാത്മകനായ ആ കാരുണ്യമൂർത്തി, ശിവശക്തി സംഭവനായ, പ്രാരബ്ധ വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നതായ ഗണനായകനോട്, ഗണപതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു. പിന്നീട് രണ്ടാമത് ആരെയാണ്? വാണിയിടുക അനാരതം എന്നുടെ നാവ് തന്മേൽ വാണി മാതാവേ. ഏത് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവാതെ ഭംഗിയായി പൂർത്തീകരിക്കാൻ വേണ്ടി ഗണപതി വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചു. പിന്നീട് നാവിൽ നന്മകൾ, നല്ല വാക്കുകൾ, നല്ല ചൊല്ലുകൾ അനാരതം വരുന്നതിനു വേണ്ടി സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചു. പിന്നീട് വൃഷ്ണി വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്ന ആ വിഷ്ണു ഭഗവാനെ തന്നെ, ഭഗവാൻ നാരായണൻ തന്നെയാണല്ലോ ശ്രീരാമചന്ദ്രനായി ഭൂമിയിൽ അവതരിക്കുന്നത്. ആ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുന്നു. പിന്നെ വിഷ്ണുജോത്ഭവ സുത നന്ദന പുത്രൻ വ്യാസൻ, വ്യാസ ഭഗവാനെ സ്തുതിക്കുന്നു. വിഷ്ണുതൻ മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ, പുരാണങ്ങളെല്ലാം രചിച്ചതായ ആ കൃഷ്ണദ്വൈപായനൻ എന്ന വ്യാസ ഭഗവാനെ വണങ്ങുകയാണ്. ഈ നാൻമറ എന്ന് പറയുന്നതായി ഈ രാമായണം ചമച്ച് ബ്രഹ്മാവിനെ സന്തോഷത്തെ വളർത്തിയതായ വാൽമീകി മുനി ശ്രേഷ്ഠനായ ആ മഹാമുനിയെ, വാൽമീകി മഹർഷിയെ പിന്നീട് സ്തുതിക്കുന്നു. കാരണം ബ്രഹ്മാവിനാൽ ആദ്യം വിരചിതമായി, നമുക്ക് പോകെ പോകെ അത് മനസ്സിലാകും.
രാമനാമത്തെ സദാകാലവും ജപിക്കുന്ന ഉമാവല്ലഭനെ, മഹാദേവനെ, മഹേശ്വരനെ, പരമശിവനെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് പിന്നെ ദേവന്മാരെ, നാരദ പ്രമുഖന്മാരായ മുനികളെ, ഇവരെയൊക്കെ സ്തുതിച്ച്, കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ഈശ്വര പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ. നമുക്ക് ധാരാളം വേദമന്ത്രങ്ങൾ, 4 വേദങ്ങളിലുമായിട്ട് ധാരാളം മന്ത്രങ്ങള് തന്നിട്ടുണ്ട്. ഇതില് ഏതെങ്കിലും ഒരു മന്ത്രമെങ്കിലും നമ്മൾ ചൊല്ലി വേണം നമ്മുടെ ഓരോ ദിവസവും തുടങ്ങാൻ. ധാരാളം മന്ത്രങ്ങള് തൈത്തിരീയോപനിഷത്തിലുണ്ട്, ഋഗ്വേദത്തിലുണ്ട്, യജുർവേദത്തിലുണ്ട്, സാമവേദത്തിലുണ്ട്, എല്ലാം അഥർവവേദത്തിലുണ്ട്, ഒക്കെയുണ്ട്. അഥർവവേദത്തിലെ ഭദ്രം കർണേഭി ശൃണുയാമദേവ എന്ന് പറയുന്നത് തുടങ്ങിയത്, ഇങ്ങനെ എല്ലാം ഉണ്ട് നമുക്ക്. അതുകൊണ്ട് നമ്മള് ഇവിടെയും ഇത് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ തുടങ്ങാൻ. ഇവരെയൊക്കെ സ്തുതിച്ചതിന് ശേഷം അഗ്രജൻ മമ സദാ വിദുഷാം അഗ്രേസരൻ മൽഗുരുനാഥൻ ഏകാന്തവാസികളോടും, ഗുരുവായ തന്റെ ജ്യേഷ്ഠൻ രാമനാം ആചാര്യനെയും വണങ്ങുന്നു. അങ്ങനെ എല്ലാ ദേവഗണങ്ങളെയും ഗുരുക്കന്മാരെയും വന്ദിച്ചതിന് ശേഷമാണ് ആചാര്യൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഈ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എഴുതാൻ തുടങ്ങുന്നു. ഇത് നമുക്കും ഒരു പാഠമാണ്. നമ്മുടെ ജീവിതം ഓരോ ദിവസവും പുതിയ ജീവിതം എന്ന് കണ്ട് ജീവിതം തുടങ്ങുമ്പോഴും, അതുപോലെ നമ്മൾ ഏത് ശുഭകാര്യം ചെയ്യുന്നതിന് മുമ്പും ഈശ്വര വന്ദനത്തോടെ, ഗുരുവന്ദനത്തോടെ ഒക്കെ വേണം തുടങ്ങാൻ. അത് കഴിഞ്ഞ് രാമായണ മാഹാത്മ്യത്തിലേക്കാണ് കടക്കുന്നത്. ആരാണ് ഈ രാമായണം? ആദ്യം പുരാ വിരിഞ്ച വിരചിതം, ബ്രഹ്മാവിനാൽ എഴുതപ്പെട്ടതാണ് പണ്ട്. അന്ന് അത് 100 കോടി ഗ്രന്ഥമുണ്ട്. ഇപ്പോൾ അത് ഭൂമിയിലില്ല. അന്ന് 100 കോടി ഗ്രന്ഥങ്ങളായി ബ്രഹ്മാവിനാൽ വിരചിക്കപ്പെട്ടതായ രാമായണം പിന്നീട് രാമനാമത്തെ ജപിച്ച ഒരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നു. രത്നാകരൻ എന്ന കാട്ടാളന്റെ കഥയൊക്കെ നമുക്കറിയാം. ആ രത്നാകരൻ എന്ന കാട്ടാളനാണ് പിന്നീട് സപ്തർഷികളുടെ സത്സംഗം കൊണ്ട് മാമുനി പ്രവരനായി വാൽമീകി മഹർഷിയായി മാറിയത്. നമ്മുടെ സംഘടന നേരത്തെ പറഞ്ഞു, ഏതാണ്ട് 15-16 സത്സംഗ പരിപാടികൾ നമ്മുടെ സംഘടനയിലൂടെ നടത്തപ്പെടുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഉദ്ദേശം തന്നെ സത്സംഗത്തിന്റെ അവസാനം സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ മോക്ഷമാണ് എല്ലാത്തിനും നമ്മളെല്ലാം ആശ്രയിക്കുന്നതും ആഗ്രഹിക്കുന്നതും മോഹക്ഷയമാണ്. ഇഹലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ പരമമായ ആനന്ദത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉദ്ദേശം. ഈ ഉദ്ദേശം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷെ ആ പരമമായ ആനന്ദത്തിലേക്കല്ല, നിസ്സാരമായ നൈമിഷികമായ ആനന്ദം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇവിടെ രാമനാമത്തെ ജപിച്ച് ഒരു കൊള്ളക്കാരനായ കാട്ടാളന് വാൽമീകി മഹർഷിയായി മാറാമെങ്കിൽ ഇപ്പോ ഈ രാമായണ മാസത്തില് രാമായണ ജപം കൊണ്ട് ഈ രാമായണ രസായനത്തെ പാനം ചെയ്ത് നമുക്ക് ഓരോരുത്തർക്കും അതുപോലെ ഈശ്വരനിലേക്ക് ഭക്തിപൂർവം എത്താനെത്തും പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെ ബ്രഹ്മാവ് രചിച്ചു. അത് കഴിഞ്ഞ് ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് മാമുനി പ്രവരനായ വാൽമീകി രചിച്ചു. പിന്നീട് അതേ രാമായണം അപ്പൊ 24,000 ശ്ലോകങ്ങളോടെ 500 സർഗങ്ങളിലായി വാൽമീകി മഹർഷി രാമായണം രചിച്ചതിനെ അത്യന്തം രഹസ്യമായ ഈ രാമായണം മൃത്യുശാസന പ്രോക്തമാണ്. ഇതിനെ
അധ്യയനം ചെയ്യുന്ന ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും എന്ന് തീർത്തും പറയുന്നുണ്ട് ഇതിന്റെ മാഹാത്മ്യത്തിൽ. മാഹാത്മ്യം പറയുന്നതിന്റെ സവിശേഷത നമുക്കറിയാം. വിഷ്ണു സഹസ്രനാമം പോലും ജപിച്ചു കഴിയുമ്പോൾ അതിന്റെ മാഹാത്മ്യം പറയുന്നുണ്ട്. മാഹാത്മ്യത്തിൽ ഇത് പാരായണം ചെയ്താൽ അല്ലെങ്കിൽ ജപിച്ചാൽ എന്താണ് ഗുണം? കാരണം മനുഷ്യനായ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പ്രയോജനമില്ലാത്ത ഒരു പരിപാടിക്കും പോവുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം എന്തെങ്കിലും ഒരു ഫലം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഗുണമുള്ളതാണെങ്കിലോ, ഫലം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മളൊക്കെ അതിന് ശ്രമിക്കും. അതുകൊണ്ടാണ് പ്രധാന എല്ലാ ശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളും സ്തോത്രങ്ങളും ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, അതിലൊക്കെ തന്നെ ആ മാഹാത്മ്യം കൂടെ എഴുതിയിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ തുടക്കത്തിൽ തന്നെ മാഹാത്മ്യം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും രാമായണ പാരായണം ചെയ്യുന്നതിന്റെ മാഹാത്മ്യം എന്താണ്, രാമായണത്തിന്റെ മാഹാത്മ്യം എന്താണ് എന്നാണ് ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാമായണ മാഹാത്മ്യം പാരായണം ചെയ്യുന്നത് കൊണ്ട് പാരായണം ചെയ്യുന്നവർക്കൊക്കെ, കാരണം കർക്കിടക മാസമാണ്, കർക്കിടക മാസം പണ്ട് കാലത്തൊക്കെ പഞ്ഞമാസമായിരുന്നു. രോഗദുരിതങ്ങളും സാമ്പത്തിക ദുരിതങ്ങളിലും ഒക്കെ പെട്ട് മഴക്കാലമാണ്. തിമിർത്തു പെയ്യുന്ന മഴയിൽ ജോലിക്കൊന്നും പോവാൻ പറ്റുകയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും, രോഗദുരിതങ്ങളുടെ കാലമാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും ദുഃഖ ദുരിതങ്ങളായിട്ടിരുന്ന കാലത്ത് ആധ്യാത്മിക, ആധിഭൗതിക, ആധിദൈവികമായ ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ് കർക്കിടകത്തില് രാമായണം പാരായണം ചെയ്തത്. ഈ രാമായണം പാരായണം ചെയ്യുമ്പോൾ വ്രതങ്ങളും ഉപവാസങ്ങളും ഒക്കെ എടുക്കും. കാരണം ഇതൊരു ആധ്യാത്മിക കാര്യമാണല്ലോ. അപ്പം വ്രതങ്ങളും ഉപവാസങ്ങളും ഒക്കെ എടുക്കുമ്പോൾ അത് ശരീരത്തിനൊക്കെ ഗുണം ചെയ്യും. പിന്നീടുള്ളതെന്ന് പറഞ്ഞാല് നാമജപം ചെയ്താലോ, നാമജപം നമുക്ക് ഭക്തിയെ പ്രദാനം ചെയ്ത് നമ്മുടെ ആത്മാവിനും മനസ്സിനും ശാന്തിയെ നൽകും. അങ്ങനെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ ശാന്തി ലഭിക്കുന്നതിനും കൂടിയാണ് നമ്മൾ രാമായണ പാരായണം കർക്കിടക മാസത്തിൽ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അതുപോലെ തന്നെ നമുക്ക് പാരായണം ചെയ്തു പോകുമ്പോൾ മനസ്സിലാകും, കർക്കിടകത്തിലാണ് ഭഗവാന്റെ ജനനം. ഉച്ചത്തിൽ കർക്കിടകം നിൽക്കുമ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത്. അതും ഒരു പക്ഷേ രാമായണ മാസമായിട്ട് കർക്കിടകത്തിനെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമായേക്കാം. അതുപോലെ തന്നെയാണ് ഉത്തരായനമൊക്കെ കഴിഞ്ഞു ദക്ഷിണായനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതായത് ഇന്നലെ കൊണ്ട് ഉത്തരായനം കഴിഞ്ഞു. ഇനി നമുക്കറിയാം, നമ്മുടെ ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസമാണ്. അപ്പം ഒരു ദിവസം തുടങ്ങുന്ന സമയമാണിത്. അപ്പൊ എന്താണ്? സന്ധ്യ. 3 സന്ധ്യകളില് പ്രഭാത സന്ധ്യ, ദക്ഷിണായനം തുടങ്ങുമ്പോ രാത്രിയിലേക്ക് കടക്കുകയാണ്. അപ്പം പ്രഭാത സന്ധ്യ കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞു, പകല് കഴിഞ്ഞു ദേവന്മാരുടെ, ഇനി രാത്രിയാണ്. അപ്പം ദക്ഷിണായനം തുടങ്ങുന്ന കർക്കിടക മാസം സന്ധ്യാസമയമാണ് എന്ന് കൽപ്പിച്ചുകൊണ്ട് ഈ കർക്കിടക മാസം സന്ധ്യാസമയമായി കരുതിക്കൊണ്ട് രാമനാമത്തെ ജപിക്കാനും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. 1982 എറണാകുളത്ത് ചേർന്ന ഒരു വിശാല ഹിന്ദു സമ്മേളനത്തിലാണ് കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ട് ആചരിക്കാനും എല്ലാ ഗൃഹങ്ങളിലും അമ്പലങ്ങളിലും സത്സംഗം ആചരിച്ചുകൊണ്ട് രാമായണം പാരായണം ചെയ്യാനും തീരുമാനമെടുത്തത്. അപ്പൊ അന്ന് മുതൽ തന്നെ ശ്രീരാമ ദേവന്റെ ആ മാഹാത്മ്യത്തെ കേട്ടുകൊണ്ട് ഒരു മാസം കഴിഞ്ഞുകൂടുക നമുക്ക് മറ്റെല്ലാ സമയങ്ങളിലും ചെയ്യാവുന്നതാണെങ്കിൽ പോലും പ്രത്യേകമായി ഒരു മാസത്തെ കരുതി വെച്ചിരിക്കുന്നു. ഇനിയുള്ളത് ഉമാമഹേശ്വര സംവാദത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കൈലാസ അചലത്തിൽ സൂര്യകോടി ശോഭിതമായിരിക്കുന്ന ആ രത്നപീഠത്തിൽ ധ്യാനനിഷ്ഠനായിരിക്കുന്ന മഹാദേവനോട് സാക്ഷാൽ ശ്രീ ഭഗവതി ചെന്ന് ചോദിക്കുകയാണ്, സർവാത്മാവായ നാഥ, അങ്ങ് അത്യന്തം രഹസ്യമായ ഈ ശ്രീരാമ തത്വത്തെ എനിക്ക് പറഞ്ഞു തരണം. കാരണം അദ്ദേഹം മഹാദേവൻ ശ്രീ പാർവതീദേവിക്ക്
എന്തൊക്കെ അതിനു മുമ്പ് പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശ്രീരാമദേവ തത്വത്തെ ഉപദേശിച്ചിടണമെന്ന് പറയാനുണ്ടായ കാരണം തന്നെ അതാണ്. തത്വഭേദങ്ങൾ, ജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം, സാഖ്യയോഗ ഭേദാദികൾ, ക്ഷേത്രോപവാസ ഫലം, യാഗാദി കർമ്മഫലം, തീർത്ഥ സ്നാനാദി ഫലം, ദാനധർമാദി ഫലം, വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുളി ചെയ്തു. ഇത്രയുമൊക്കെ കാര്യങ്ങൾ മഹാദേവൻ ദേവിയോട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹം അതിന് പ്രാപ്തനാണ് എന്ന് ഉമാദേവിക്ക് മനസ്സിലായിട്ട് ഭഗവതി മഹാദേവനോട് പറയുകയാണ്, ശ്രീരാമദേവ തത്വത്തെ എനിക്ക് ഉപദേശിച്ചു തരണം. അപ്പൊ ഇവിടെ തന്റെ ഭർത്താവിനോട് എങ്ങനെയാണ് ഉമാദേവി പാർവതീദേവി അപേക്ഷിക്കുന്നത്? പരസ്പര ബഹുമാനവും ഭക്തിയും നിറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. തിരിച്ച് ആ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി പരമേശ്വരനോട് ഇങ്ങനെ പറയുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ. പരസ്പര ബഹുമാനവും ആദരവും ത്തോടും വേണം ഒരു കുടുംബം നന്നായി പോവാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് നമുക്ക് ഇതിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, എനിക്കതൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് അങ്ങനല്ല. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? ഇത് രാമായണ തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോവാണെങ്കിൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായ തത്വ ഉപദേശങ്ങളെ ഒക്കെ തന്നെ കഥകളിലൂടെ ഓരോരോ സന്ദർഭങ്ങളിലായിട്ട് ഉപദേശങ്ങളിലൂടെ സ്തുതികളിലൂടെ ഒക്കെ തന്നെ രാമായണത്തിലുടനീളം നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഇങ്ങനെ പരസ്പര ബഹുമാനത്തിലും ആദരവിലും സ്നേഹത്തിലും ഇരിക്കുന്ന ഒരു കുടുംബത്തില്, ഭാര്യാഭർത്താക്കന്മാരിരിക്കുന്ന ഒരു കുടുംബത്തില് കലഹങ്ങളോ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളൊക്കെ നടക്കാൻ വളരെ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ ശ്രീ മഹാദേവൻ ദേവിക്ക് ഉമാമഹേശ്വര സംവാദം എന്നാണ് ഭാഗം. അങ്ങനെ ഉമയ്ക്കായി മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തിനാണ് ഭഗവാൻ അവതരിച്ചതെന്നും ഒക്കെയാണ് ദേവകണ്ഠകനായ പന്തികണ്ഠനെ കൊന്ന് ദേവിയും അനുജനും വാനരപ്പടയുമായി അങ്ങനെ കഥ പറയുകയാണ്. അയോധ്യയിലെത്തിയതും അങ്ങനെ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും ദശരഥന്റെ പുത്രനായി അയോധ്യയിൽ അവതരിച്ച ഭഗവാൻ, ഭൂഭാരം തീർക്കാനായി അവതരിച്ച ഭഗവാൻ, പിന്നീട് വനത്തിൽ പോയതും എല്ലാ കഥകളും ഇത് രാമായണം മൊത്തം വിശദീകരിച്ച് ചുരുക്കി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അപ്പോഴ് അങ്ങനെ 12 വർഷം ശ്രീരാമൻ സീതാദേവിയോടുകൂടി രത്നസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അയോധ്യയിൽ വാണരുടുന്ന ആ കാലത്ത് സിംഹാസനത്തിൽ ഇരിക്കവേ എല്ലാവരും സീതാദേവിയും ഒക്കെ സമീപത്തുണ്ട്. ഈ സമയത്ത് ഹനുമാൻ സ്വാമി അവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ മന്ദഹാസം പൂണ്ട് ശ്രീരാമദേവൻ സീതയോട് ചോദിക്കുകയാണ്, സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലി, നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ, തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. അങ്ങനെയുള്ളതായ ആ ഹനുമാൻ സ്വാമിയാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇവൻ എങ്ങനെയുള്ള ആളാണ്? ഹനുമാൻ സ്വാമി എങ്ങനെയുള്ള ആളാണ്? നിർമ്മലൻ, ആത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ. നിർമ്മമനാണ്, നിത്യബ്രഹ്മചാരിയാണ്, കൽമഷമേതുമില്ലാത്തവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ധർമ്മ അർത്ഥ ജ്ഞാനങ്ങളെ സ്വീകരിക്കാൻ പാത്രമായ ആളായതുകൊണ്ട് ശ്രീരാമ തത്വത്തെ ഉപദേശിച്ചു കൊടുക്കണം എന്ന് സീതാദേവിയോട് ഹനുമാൻ സ്വാമിക്ക് ഉപദേശിച്ചു കൊടുക്കണമെന്ന് ശ്രീരാമദേവൻ സീതാദേവിയോട് പറയുന്നു. അങ്ങനെ അത് കേട്ടതായ സീതാദേവി, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര, അങ്ങനെയാണ് വിളിക്കുന്നത്. പാദഭക്തപ്രവര, ശ്രീരാമചന്ദ്രന്റെ നാമം എവിടെയുണ്ടോ അവിടെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ രാമായണത്തിൽ ഇതിനപ്പുറം ഒരു ബന്ധം നമുക്ക് പറയാനില്ല.
സച്ചിദാനന്ദനും ഏകനും അദ്വയനും പരബ്രഹ്മവും ആയ ആ ഭഗവാന്റെ ചരിതത്തെ ഇനി സീതാദേവി വളരെ ചുരുക്കി ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അങ്ങനെ ഭഗവാൻ ഇത് സാക്ഷാൽ പരബ്രഹ്മമൂർത്തി തന്നെയാണ്. ആ നിർമ്മലനും നിരഞ്ജനും നിർഗുണനും നിർവികാരനും സന്മയനും ശാന്തനും പരമാത്മനും സദാനന്ദനും ജന്മനാശാദികൾ ഇല്ലാത്തൊരു വസ്തുവുമായ ആ പരബ്രഹ്മമൂർത്തി തന്നെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്ന സത്യത്തെ ഹനുമാൻ സ്വാമിക്ക് സീതാദേവി ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നുണ്ട്, കഥ പറയുകയാണ്. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ വന്നു പിറന്നു. എന്തിനു വേണ്ടി? ആമിഷഭോജികളെ വധിപ്പാനായി. എന്നിട്ട് വിശ്വാമിത്രനോടൊപ്പം വനത്തിലെത്തുകയും ക്രുദ്ധയായി എത്തിയ താടകയെ വധിച്ച് സിദ്ധാശ്രമത്തിലെത്തി യാഗരക്ഷ ചെയ്തു. പിന്നീട് മിഥിലാരാജ്യത്തിലേക്ക് ആ വിശ്വാമിത്രനൊപ്പം പോകുന്ന നേരം അഹല്യാദേവിക്ക് ശാപമോക്ഷം കൊടുക്കുന്നു. പിന്നെ മിഥിലാ രാജധാനിയിലെത്തി അവിടെ മൃത്യുശാസന പ്രോക്തമായ ചാപത്തെ മുറിക്കുന്നു. സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു. തിരികെ അയോധ്യയിലേക്ക് വരുന്ന ആ ഘോഷയാത്ര ഭാർഗവരാമൻ തടുക്കുന്നു. പിന്നീട് ഭാർഗവരാമനിലുള്ള ആ വൈഷ്ണവ തേജസ്സിനെ തന്നിലേക്ക് ആവാഹിക്കുന്നു. അതിനുശേഷം 12 സംവത്സരം സുഖത്തോടെ അഭിഷേകമൊക്കെ നടത്തി അയോധ്യയിൽ കഴിയുന്നു. സുഖമായി അയോധ്യയിൽ കഴിയവേ അച്ഛൻ തീരുമാനിക്കുന്നു, ദശരഥ മഹാരാജാവ് തീരുമാനിക്കുന്നു യുവരാജാവായി ശ്രീരാമനെ അഭിഷേകം കഴിക്കാൻ. എന്നാൽ മാതാവ് കൈകേയി അത് മുടക്കുന്നു. അപ്പോ സുമിത്രാത്മജനായ ലക്ഷ്മണനോടും സീതാദേവിയോടുമൊപ്പം രാമൻ ദശരഥൻ കൈകേയിക്ക് കൊടുത്ത വരത്തിന്റെ ഫലമായിട്ട് വനവാസത്തിന് പോകുന്നു. അങ്ങനെ ചിത്രകൂടത്തിൽ എത്തുമ്പോഴാണ് ദശരഥ മഹാരാജാവ് മരിച്ച വിവരം ശ്രീരാമചന്ദ്രൻ അറിയുന്നത്. അപ്പോ ഉദകക്രിയകളൊക്കെ വനത്തിൽ വെച്ച് ചിത്രകൂടത്തിൽ വെച്ച് ചെയ്യുന്നു. പിന്നെ ഭരതനെ തിരിച്ചയച്ച് രാജ്യഭാരം നോക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. പിന്നീട് അവിടുന്ന് ചിത്രകൂടത്തിൽ നിന്ന് പഞ്ചവടിയിലെത്തുന്നു. അവിടെ വെച്ചാണ് ശൂർപ്പണഖ വരുന്നത്. ശൂർപ്പണഖയുടെ നാസിക ലക്ഷ്മണൻ ഛേദിക്കുന്നു. ഇതിൽ കോപിച്ച് ഹരൻ യുദ്ധത്തിനായിട്ട് 14,000 പടയോടുകൂടി വരുന്നു. 3.25 നാഴിക കൊണ്ട് തന്നെ ഈ വന്ന രാക്ഷസന്മാരെ എല്ലാവരെയും രാമലക്ഷ്മണന്മാർ കൊല്ലുന്നു. പിന്നീട് ശൂർപ്പണഖ പോയി രാവണനോട് വിവരമൊക്കെ പറയുമ്പോ രാവണന്റെ നിർദ്ദേശം അനുസരിച്ച് മാരീചൻ എന്ന രാക്ഷസൻ പൊന്മാനായി വരികയും രാമസായകമേറ്റ് മാരീചന് സൽഗതി വരികയും ചെയ്തു. രാവണനെ കൊണ്ടുപോകുന്നത് മായാസീതയെയും കൊണ്ട് രാവണൻ പോകുന്നു. സീതാന്വേഷണത്തിന് പോകുന്ന ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ശ്രീരാമൻ ജടായുവിനെ കാണുകയും ജടായുവിന് മോക്ഷം നൽകുകയും ചെയ്യുന്നു. ആ യാത്രക്കിടയിൽ കബന്ധൻ എന്ന രാക്ഷസനെ കൊന്ന് മോക്ഷം കൊടുക്കുന്നു. ശബരിയെ കാണുന്നു, ശബരിക്ക് മോക്ഷം കൊടുക്കുന്നു. പിന്നെ സുഗ്രീവനെയും ഹനുമാനെയും കാണുന്നു, അവരുമായി സഖ്യം ചെയ്യുന്നു. അവരുടെ ആ സഖ്യത്തിന്റെ ഫലമായിട്ട് സുഗ്രീവന്റെ സഹോദരനായ ബാലിയെ വധിച്ച് സുഗ്രീവനെ കിഷ്കിന്ധ രാജ്യത്ത് രാജാവായി അഭിഷേകം ചെയ്യുന്നു. പിന്നെ കപിവരന്മാരുടെ സഹായത്തോടുകൂടി സേതുബന്ധനം നടത്തുന്നു. യുദ്ധസന്നദ്ധനായി പോയി ദശാസ്യനെ കൊല്ലുന്നു. ലങ്കയിലെ രാവണന്റെ സഹോദരനായ വിഭീഷണനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. പിന്നെ അഗ്നിയിൽ മറഞ്ഞിരുന്ന സീതയെ തിരിച്ച് കൊണ്ടുവന്ന് എല്ലാവരുമായി തിരിച്ച് അയോധ്യയിൽ എത്തുന്നത് വരെയുള്ള എല്ലാ കഥകളും സീത ചുരുക്കി ഹനുമാനോട് ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോ ഭഗവാൻ ഒരു കാര്യം പറയുന്നു. പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ഞാൻ ജീവാത്മാവറിയടോ. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ
ഓരോ ധാരാളം ജലാശയങ്ങൾ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങളിൽ നമുക്ക് ജലം എടുത്തു വെക്കാം. പക്ഷെ സൂര്യൻ ആകാശത്ത് ഒന്നു മാത്രമേ ഉള്ളൂ. ആ ഒരേ ഒരു സൂര്യൻ എത്ര പാത്രത്തിൽ ജലം വെക്കുന്നോ, അല്ലെങ്കിൽ എത്ര ജലാശയങ്ങളിലുണ്ടോ അവിടെയൊക്കെ പ്രതിബിംബിച്ച് ഒരേ സൂര്യനെ പലതായി നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയാണ് പരമാത്മാവാകുന്ന ഏക ചൈതന്യത്തിൽ നിന്നും ജീവാത്മാവാകുന്ന ധാരാളം പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ആ പരമാത്മ തത്വമസി തത് ത്വം അസി എന്ന വേദവാക്യത്തെ ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സർവവേദാന്ത സാര സംഗ്രഹമായ രാമതത്വത്തെ ആ ഹനുമാൻ സ്വാമിക്ക് ഉപദേശിച്ച് കൊടുക്കുകയാണ്. ഈ മഹാത്മ്യം ആമോദപൂർവം പൂജ്യനായി വരും. ഈ രാമനാമത്തെ ജപിക്കുന്നവർ ദേവകളാൽ പോലും പൂജിതരായി വരും എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെയും രാമനാമത്തെ ജപിക്കുന്നതിലുള്ള ഫലങ്ങളാണ് പുത്രസന്തതി, ധനസമൃദ്ധി, ദീർഘായുസ്, മിത്രസമ്പത്തി, കീർത്തി, രോഗശാന്തിയും ഉണ്ടാം, ഭക്തിയും വർദ്ധിച്ചിടും, മുക്തിയും സിദ്ധിച്ചിടും. ധർമ്മ അർത്ഥ കാമ മോക്ഷമാകുന്ന പുരുഷാർത്ഥങ്ങളിൽ അവസാനത്തേതായ മോക്ഷം എന്ന പദത്തിലേക്ക് എത്തിച്ചേരാൻ ഈ രാമായണ പാരായണത്തിന്, രാമനാമജപത്തിന് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭാഗം നമ്മളിവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു പ്രശ്നോത്തരിയും കൂടെ ഉണ്ട്. അതെ, അപ്പൊ പ്രശ്നോത്തരിക്ക് എല്ലാവരും തയ്യാറാണ്? ആകട്ടെ, ശ്രമിക്കാം. വളരെ എല്ലാ വർഷവും ഒരേ ചോദ്യങ്ങളായതുകൊണ്ട് എല്ലാവർക്കും പറയാൻ പറ്റും. അഭിലാഷ് പോയോ? അദ്ദേഹമാണ് പ്രശ്നോത്തരിയുടെ ആള്. അതെ. ഉണ്ട്. ഞാൻ വണ്ടി ഓടിച്ചെടുത്ത് ഒതുക്കിയതാ. പ്രശ്നോത്തരി വിടാൻ പാടില്ലല്ലോ, വണ്ടി ഒതുക്കിയിട്ടാണെങ്കിലും. അതെ. നമുക്ക് തുടങ്ങാം. ആദികാവ്യം രാമായണം. ആദികവി വാൽമീകി. ശരിയാണ്. മലയാളത്തിലുള്ള രാമായണം കിളിപ്പാട്ട്. അത് വളരെ ശരിയാണ്. രാമായണം കിളിപ്പാട്ട് എഴുതിയത് വാൽമീകി. രാമായണം സംസ്കൃതത്തില്. രാമായണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രാമായണം ഇരുട്ട് മാറണം എന്ന് പറയാം, രാമന്റെ അയനമെന്നും പറയാം, രാമന്റെ യാത്രയെന്നും പറയാം. സനാതന ധർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? രാമായണം. അതൊരു ചോദ്യമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇതിലെല്ലാം പറയുന്നത് വേദമാണ്. വേദശാസ്ത്രത്തിന് ഈ ആധികാരികമായ വേദത്തിന്റെ സാരങ്ങൾ രചിച്ച 2 ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? രാമായണം, മഹാഭാരതവും. മഹാഭാരതവും രാമായണം ആർക്ക് ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ആര് തമ്മിലുള്ള സംവാദമാണ്? വളരെ ശരിയാണ്. എഴുത്തച്ഛന്റെ ഗുരു ആരാണ്? എഴുത്തച്ഛന്റെ ഗുരു ഇന്ന് നമ്മൾ വായിച്ചല്ലോ, ഇപ്പൊ പറയുകയും ചെയ്തല്ലോ ഞാൻ. രാമനാമാചാര്യൻ. അതെ. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? അത് ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? ബാലകാന്ഡം, സുന്ദരകാന്ഡം. ഓടിപ്പോയി. ബാലകാന്ഡത്തിൽ അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, സുന്ദരകാന്ഡം, അതെ. പിന്നീട് ഉത്തരകാന്ഡം. ആദ്യമായിട്ട് രാമായണം ആരെഴുതിയെന്നാണ് നമ്മൾ ഇന്ന് വായിച്ചത്? നാരദ മഹർഷി.
നാരദ അല്ല മഹർഷി. ബ്രഹ്മാവ് അല്ല ബ്രഹ്മ ബ്രഹ്മാവ് വിരിഞ്ച ബ്രഹ്മാവാ ഉപദേശിച്ചു കൊടുക്കുന്നത്. ശരി. അതെ 100 കോടി ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന് നമ്മൾ വായിച്ചല്ലോ. ഓരോരോ ജലാശയെ കേവലം മഹാകാശം കാണുന്നത് പോലെ എന്ന് ശ്രീരാമൻ പറയുന്നുണ്ട്. എന്തിന്റെ കാര്യമാണ് പറയുന്നത്? സൂര്യന്റെ പ്രതിബിംബം അല്ലേ? സൂര്യന്റെ പ്രതിബിംബം ജലാശയങ്ങളിൽ കാണുന്നത് പോലെ എന്താണ് അത്? എന്തിനു വേണ്ടി ഒരു ഉദാഹരണമാണ് അത്? അതായത് പരമാത്മാവിനെ പലതരത്തിലുള്ള വിവരണങ്ങൾ അല്ലെങ്കിൽ ഒരു ചിന്തകളിലേക്ക് കൊണ്ട് പരമാത്മ ചൈതന്യം ഒന്നേ ഉള്ളൂ. ആ ചൈതന്യം നമ്മൾ ഓരോരുത്തരും ജീവാത്മാവായിട്ട് ഇവിടെ ജീവിക്കുന്നു. നമ്മളൊക്കെ പരമാത്മ ചൈതന്യത്തിന്റെ പ്രതിസ്വരൂപങ്ങൾ തന്നെയാണ്. ഞാൻ എന്റെ മനസ്സിൽ അപ്പൊ എല്ലാരും മനസ്സിലുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. വാൽമീകി പൂർവാശ്രമത്തിൽ ആരായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നേ? ഇന്ന് പാരായണം ചെയ്ത ഭാഗത്ത് ഇത്രയൊക്കെ ചോദ്യങ്ങളെ കണ്ടുള്ളൂ. അഭിലാഷിക്ക് പുരോഗമനമുണ്ട്. ഇതാദ്യമായോണ്ട് സത്യം പറഞ്ഞ ഇതായോണ്ട എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്ത എനിക്ക് പെർഫോം. എനിക്കെന്ന് വെച്ചാൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം അറിയാം, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല പെട്ടെന്ന്. ഞാൻ ആ 7 കാണ്ഡങ്ങളുടെ പേര് മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നേ, അത് വരുന്നേ കൊണ്ട്. അതെ, പഠിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഇങ്ങനെ ബാലകാന്ഡം ബാലൻ, പിന്നെ ബാലന്മാരെവിടായി? അയോധ്യയിലാണ്. അയോധ്യന്ന് പിന്നെ എങ്ങോട്ട് പോയി? വനത്തിലേക്ക് പോയി. വനം എന്നുള്ളതിന് അത് കഴിഞ്ഞ് അവിടെ വെച്ച് കിഷ്കിന്ധാകാന്ഡത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ സുഗ്രീവനെയൊക്കെ അവര് കാണുന്നത്. അത് സീതാദേവി പോയി കഴിയുമ്പോ പിന്നെ ഹനുമാൻ സ്വാമി സീതാദേവിയെ കാണുന്ന സുന്ദരമായ സുന്ദരകാന്ഡം. പിന്നെ രാജീവേട്ടൻ ഇന്ന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു രാമനാമ. ഞാൻ അതെ ആ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മൈക്ക് മ്യൂട്ട്, അത് ഓർത്തില്ല. ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് പുറത്തു വന്നില്ല അല്ലേ? അഭിലാഷ് പറഞ്ഞ അവരുടെ ഓർമ്മക്കുറവേ. രവിയേട്ടനെ കണ്ട് അല്ല രാജീവേട്ടനെ കണ്ടിട്ട് എത്ര നാളായി? കാണുന്നില്ലല്ലോ. നമുക്ക് പറയാനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് അഭിലാഷ് ജിയും ശോഭ ചേച്ചിയും സ്കോർ ചെയ്യുക. അതിനിടയ്ക്ക് എങ്ങനെയാ? എല്ലാവർക്കും ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടാകട്ടെ. നമുക്കിനി ഇതിന്റെ ഒരു സമയം ഇത്തിരി ടഫായി പോയി. സ്വാമി ഒരു കാര്യം പറയാം, സമയം ടഫായി പോയി. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇപ്പൊ ഭയങ്കര തിരക്കിലാണ്. നാളെ ഇത്രയും പ്രശ്നം വരില്ല. നാളെ നമുക്ക് അല്ലല്ല സമയം അത് നമുക്ക് 7 മണി തൊട്ടാക്കാം. 7 തൊട്ടാക്കാമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം പലർക്കും ക്ഷേത്രങ്ങളിൽ പോകണം, ട്യൂഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുന്നു. നാളെ മുതൽ നമുക്ക് 7 മണിക്കാക്കാം. 7 മണി തൊട്ട് 8 മണി വരെ എന്നുള്ളത് ആക്കാം. ഇന്ന് പിന്നെ ഉദ്ഘാടന ദിവസം ആയതുകൊണ്ടാണ് ഇത്ര വൈകിയത്. നമുക്ക് അടുത്ത പക്ഷെ ആദ്യം പറഞ്ഞൊന്നും കേട്ടില്ല, അത് വലിയ കഷ്ടമായി പോയി. ഞാൻ ഇപ്പൊ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ആദ്യം പറഞ്ഞൊന്നും കേൾക്കാൻ പറ്റി. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഉത്തരം പറഞ്ഞല്ലോ. അല്ല, ഇത് നമ്മൾ നിത്യം കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. അല്ലാതെ ഇനി അങ്ങോട്ട് പോകെയുള്ളൊന്നും ഓർമ്മയില്ലെങ്കിൽ പെട്ട്. ഇനി ആ നദിയുടെ പേര് തുഴഞ്ഞ അല്ലല്ല അങ്ങനല്ല, ക്രോസ് ചെയ്ത പേര്, പിന്നെ എത്തിയ ആശ്രമം, അങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ടുപോകും ചിലപ്പോ. പിന്നെ ആരാ കൊണ്ടുപോയത്, ഹനുമാനെ കണ്ടത് എവിടെ വെച്ചാ, ഹനുമാനെ പരിഹരിക്കേണ്ട കാര്യം, അതൊക്കെ കുറച്ചൊക്കെ ഓർമ്മയുള്ളൂ. ഇല്ല അഭിലാഷ് ജി, നമുക്ക് അടുത്ത നടപടിക്രമത്തിലേക്ക് കടക്കാം. ആയിക്കോട്ടെ. ഇന്നത്തെ പാരായണം അതിനൊരു ഭഗവത്പാദത്തിന് സമർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ മാധവേട്ടനെ ക്ഷണിക്കുന്നു. മാധവേട്ട
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വിരാസനേ സുസ്ഥിരം. അഗ്രേ വാചയതി പ്രഭഞ്ജന സുതേ തത്വം മുനിഭ്യഃ പരം. വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം ശ്യാമം രാമം ഭജേ ശ്യാമളം, രാമം ഭജേ ശ്യാമളം. വൈകിയ വേളയിൽ എൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയില്ല. ഏതായാലും സമർപ്പണം എന്നുള്ള രീതിയിൽ ആ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് 2 വാക്ക് പറയാം. ഏതായാലും ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരം ചാപ്റ്റർ അവതരിപ്പിച്ച ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ രാമായണ കാറ്റ് എന്ന ഈ പരിപാടി വളരെ ഭംഗിയായി, വളരെ മനോഹരമായി, കുറച്ച് സമയം വൈകി എന്നുള്ള ഒരു ന്യൂനത കാണുന്നുണ്ട്. അത് നാളെ പരിഹരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും ഇന്ന് സരസ്വതി അടുത്തിയുടെ മംഗള ശ്ലോകത്തോടു കൂടി തുടങ്ങി ശ്രീമതി ശോഭാകൃഷ്ണന്റെ സ്വാഗതം, അതുപോലെ ഉഷാജി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായിട്ട്, വളരെ നന്നായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. അത് ആവശ്യമാണ്. നമ്മുടെ ഏതൊരു പരിപാടിയുടെയും ഒരു 5 മിനിറ്റ് സമയമെങ്കിലും ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് പറയണം. കാരണം ആൾക്കാരെ എല്ലാ ദിവസവും ഒരേ ആൾക്കാരായിരിക്കില്ല കയറുന്നത്, സൂമിൽ കയറുന്നത്. അതുകൊണ്ട് അത് വളരെ അത്യാവശ്യമാണ്. അത് വളരെ നന്നായി. അതുപോലെ ശ്രീകാന്ത് കടയിക്കോൽ, അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല. ഏതായാലും വളരെ നന്നായിട്ട് ദീപം കത്തിച്ചുകൊണ്ട് ആ രാമായണം മനുഷ്യ ജീവിതത്തെ ഉന്നതിയിലേക്ക് നയിക്കും എന്നുള്ള വലിയൊരാശയം ഇവിടെ അദ്ദേഹം വ്യക്തമാക്കി. അതിനുശേഷം ലതാജി പാലക്കാട് ചാപ്റ്റർ പാരായണം തുടങ്ങി, ശ്യാമളാജി പുതുക്കുളം. അപ്പോൾ നമ്മുടെ പൈതൃക രത്നം ഉണ്ണികൃഷ്ണന്റെ സഹോദരിയും കൂടിയാണ് ശ്യാമള. അപ്പോഴേ അവര് വളരെ നന്നായിട്ട് പാരായണം ചെയ്തു. അദ്ദേഹം ഈ വേദി അലങ്കരിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ സനാതന ധർമാമൃതം ആദ്യത്തെ സെഷൻ അദ്ദേഹമാണ് തുടങ്ങി വയ്ക്കുന്നത്. സനാതന ധർമാമൃതം ഉദ്ഘാടനം ചെയ്തത് ഉണ്ണികൃഷ്ണേട്ടനാണ്. ഉണ്ണികൃഷ്ണനാണ്. ഞങ്ങൾ സഹപാഠികൾ കൂടിയാണ്. ഏതായാലും നാരായൺജി പാരായണം ചെയ്തു വളരെ ഭംഗിയായിട്ട്. പൊതുവെ ആണുങ്ങൾ അല്ലെ, പുരുഷന്മാർ പൊതുവെ പാരായണ രംഗത്തേക്ക് മടിച്ചു നിൽക്കുന്നവരാണ്, ചിലപ്പോൾ പിന്നിൽ നിൽക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നാരായണനൊക്കെ വന്ന് പാരായണം ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. അതുപോലെ ഉഷപോള് വളരെ സംക്ഷിപ്തമായിട്ട് ഇന്നത്തെ പാരായണ ത്തെ പറ്റിയിട്ടും അതിൻ്റെ സന്ദർഭങ്ങളെ പറ്റിയിട്ടുമൊക്കെ പറഞ്ഞു. ഏതായാലും വളരെ സന്തോഷമായി. അപ്പോൾ നമ്മൾ കിളിപ്പാട്ടാണ്. അതിനുശേഷം പ്രശ്നോത്തരി നടത്തി. പ്രശ്നോത്തരി ഇങ്ങനെയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷിച്ച് ചിരിച്ച് കളിച്ചുകൊണ്ടാണ് പ്രശ്നോത്തരി നമ്മൾ നേരിടേണ്ടത്. കാരണം അതിന് അതിയായിട്ടുള്ള ഗൗരവം കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഇങ്ങനെയാണ് പ്രശ്നോത്തരി വേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഓരോ അവസരത്തിൽ ഓരോന്നാവാം. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഗൗരവം കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊക്കെ ഒരു ഫാമിലി മെമ്പേഴ്സാണ്, വൺ ഫാമിലിയാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നി. ഏതായാലും ഇപ്പോൾ വാൽമീകി രാമായണത്തിലാണെങ്കിൽ അതിൻ്റെ ഇതേപോലെ തന്നെയാണ് 6 കാണ്ഡങ്ങളോടുകൂടി. കിളിപ്പാട്ടിലെ കാണ്ഡങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്കറിയാം. ഒരു മനുഷ്യ ജീവിതത്തിന്റെ ബാല്യകാലം മുതൽ ആരംഭിച്ചുകൊണ്ട് ആ രാമായണ പ്രസ്ഥാനം, രാമായണം എന്ന മഹാപ്രസ്ഥാനം അത് കാട്ടിലൂടെ നടന്നുകൊണ്ട് അല്ലെ, യുദ്ധത്തിലൂടെ നടന്നുകൊണ്ട് യുദ്ധകാണ്ഡത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ അഭിഷേകത്തോടു കൂടിയിട്ട് അവസാനിക്കുന്നതാണ്. നമ്മുടെ ജീവിതമാണ് അത്, നമ്മുടെ ജീവിതമാണ്. അപ്പോൾ ത്രേതായുഗത്തിലെ പോലെയാണോ കലിയുഗത്തിലെ ജീവിതം എന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ നമുക്ക് രാമായണത്തിൽ ഏറ്റെടുക്കേണ്ടി വരും, കുറേ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ആ പട്ടാഭിഷേകത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എത്തണം. അതിന് നമ്മൾ ആചരണം നടത്തണം എന്നുള്ള വലിയൊരു സന്ദേശമാണ് രാമായണം നമുക്ക് തരുന്നത്. നമുക്ക് രാമായണത്തെയോ ഭാഗവതത്തെയോ ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ വലിയൊരു സന്ദേശം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിതം
വളരെ വിപുലീകരിക്കുക. ഇന്നത്തെ ജീവിതം വളരെ പുരോഗതിയിലേക്ക് നമ്മൾ സ്വയം ആചരിച്ചുകൊണ്ട് അനുഷ്ഠാനത്തിലൂടെയാണ് നമ്മൾ ജീവിതം എന്ന ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതിയാണത്. ആ പദ്ധതി രാമായണം ഒരു പദ്ധതിയായിരുന്നു. ഇപ്പൊ സേതുബന്ധനം എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതവും ഒരു സേതുബന്ധനമാണ് ഒരു തരത്തിൽ പറഞ്ഞ്. അങ്ങനെ അതിൽ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും വിജയം പ്രാപ്തമാകട്ടെ എന്നുകൂടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. രാജീവേട്ടന്റെ തുടക്കവും ഗംഭീരമായി. അതെ, രാജീവേട്ടന്റെ കാര്യം അവസാനം പറയാന്ന് വെച്ചിട്ടാ. കാരണം വളരെ ഭംഗിയായിട്ട് ഇത് അവതാരകൻ എന്നുള്ള രീതിയിൽ അതിന്റെ അവതരണം വളരെ ഭംഗിയായിട്ട് രാജീവേട്ടൻ ചെയ്തു. അപ്പൊ രാജീവേട്ടൻ അവസാനം എടുത്തു പറയാന്ന് വിചാരിച്ചിട്ടാ. ഏതായാലും വേറെ ഒന്നും വിട്ടുപോയില്ല എന്ന് കരുതുന്നു. അഭിലാഷ് ജിയൊക്കെ അവിടെ നിന്ന് തിരക്കിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാലും ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ട് എല്ലാവരും നമ്മുടെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് ആ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ജപോ ജൽപശില്പം സകലമഭിമുദ്രാ വിരചനാഗതി പ്രാദക്ഷിണ്യക്രമണമശനാദ്യാകുതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദർശ സപര്യാപര്യായ സ്തവ ഭവതു എന്മേ വിലസിതം. എൻ്റെ എല്ലാ വിലാസങ്ങളും അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അതാണ് വിസർഗബിന്ദു മാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ച അതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം. നമ്മളെ ആചരണം ശുദ്ധമായിട്ട് മനഃശുദ്ധിയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചില അക്ഷരങ്ങൾ തെറ്റിയാലോ അല്ലെങ്കിൽ പ്രശ്നോത്തരയിൽ ഒരു ഉത്തരം തെറ്റിയാലോ അതൊന്നല്ല നമ്മുടെ പ്രശ്നം. പക്ഷെ നമ്മുടെ മനഃശുദ്ധിയാണ്. ആ കർക്കിടകത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കാൻ, മനസ്സിനെ മാത്രമല്ല ശരീരത്തിനെ പോലും ശുദ്ധീകരിച്ചെടുക്കാൻ നമ്മൾക്ക് അറിയാം. ഉലുവക്കഞ്ഞിയും കർക്കിടകക്കഞ്ഞിയും ഒക്കെ നമ്മൾ കുടിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഭക്ഷണത്തിന് കൂടി ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്. കർക്കിടകത്തില് ആണ് നമ്മൾ ശരീരത്തിനെ ശുദ്ധിയിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്. കാരണം അടുത്ത കർക്കിടകം വരെ നമ്മുടെ ശരീരത്തിനെ സൂക്ഷിച്ചു വെക്കുന്നതാണ്. അപ്പോൾ വലിയൊരു ആഹാരത്തിന്റെ വലിയൊരു സന്ദേശം കൂടി നമുക്ക് രാമായണ മാസം തരുന്നു എന്നുള്ളത്. ഏതായാലും സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും സുഖം കിട്ടട്ടെ. രാമായണ മാസം നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ നല്ലതിലേക്ക്, നന്മയിലേക്ക് നയിക്കാൻ കാരണമാവട്ടെ, പ്രാപ്തമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ജയശങ്കര. സന്തോഷമായി. ഇന്ന് വാമന നമ്പൂതിരി വന്നില്ലായിരുന്നു. ഓ, ഇപ്പൊ വരും, ഇപ്പൊ വിളിക്കാം. അദ്ദേഹത്തിന്റെ ഉണ്ട്. വാമനേട്ടനെ ഒരു ചെറിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ആദിശങ്കര കുടുംബത്തിലെ അംഗങ്ങളാണ് ഇതിന് മുഴുവൻ പങ്കെടുക്കുന്നത്. ഇത് അധ്യക്ഷനാണെങ്കിലും സ്വാഗതമാണെങ്കിലും ശ്രോതാവാണെങ്കിലും വക്താവാണെങ്കിലും എല്ലാവരും ആദിശങ്കര കുടുംബത്തിലെയാണ്. അപ്പൊ ഇതിന് പ്രത്യേകം സ്വാഗതവും പ്രത്യേകം കൃതജ്ഞതയും വേണോന്ന് ചോദിച്ചാൽ ചടങ്ങിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതുകൊണ്ട് കൃതജ്ഞത പറയാൻ വാമനേട്ടനെ ക്ഷണിക്കുകയാണ്. നാളെ കൊല്ലം ചാപ്റ്ററിന്റെയാണ് പ്രോഗ്രാം ഈ രാമായണക്കാറ്റ് നടത്തുന്നത്. വാമനേട്ട സ്നേഹാദരപൂർവ്വം ജയശങ്കര. നമുക്കിപ്പോൾ പക്ഷേ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് രാമായണക്കാറ്റ് തുടങ്ങാൻ കഴിഞ്ഞു. അപ്പം കടിയക്കോളം അദ്ദേഹത്തിന്റെ പ്രഭാഷണം മുതൽ നമ്മുടെ സുരേഷിയുടെ അഭിലാഷി, അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് നമ്മുടെ വകുപ്പുകളും നമ്മുടെ എന്താ പറയുക രാമായണത്തിലെ കഥകളും അതുപോലെ തന്നെ പ്രശ്നത്തിൽ നടത്തി. അത് മാത്രമല്ല വളരെ ഭംഗിയായിട്ട് അക്ഷരസ്ഫുടതയോടെ തന്നെ നമുക്ക് രാമായണ പാരായണം കേൾക്കാൻ കഴിഞ്ഞു. മതവട്ട പ്രശ്നം കേട്ടു. നമുക്ക് സമയം എത്ര തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ ആത്മജ്ഞാനത്തിലൂടെ എന്ത് വേണം, ആത്മജ്ഞാനത്തിലൂടെ നമുക്ക് പ്രാരാബ്ധകർമ്മങ്ങളെ നേരിടാനുള്ള ശക്തി ഭഗവാൻ തരട്ടെ. ആത്മജ്ഞാനത്തിലൂടെ പ്രാരാബ്ധകർമ്മ നേരിടാനുള്ള ശക്തി ഭഗവാൻ തരട്ടെ. ഈ എന്താ എപ്പോഴും പറയും, ലോകം മുഴുവൻ നിലനിൽക്കുന്ന ആ ഭഗവാൻ
ആ ഭഗവത് ചൈതന്യം, ഈശ്വര ചൈതന്യം, രാമ ചൈതന്യം നമുക്ക് എപ്പോഴും ശക്തിയായിട്ട് എപ്പോഴും നമ്മുടെ ഉണ്ടാവട്ടെ. നമുക്ക് ഇനി വരും ദിവസങ്ങളിലെല്ലാം രാമായണത്തെ കുറിച്ച് ചർച്ച ചെയ്യും. അതുപോലെ നമ്മുടെ രാമായണം എത്ര വായിച്ചാലും എത്ര പറഞ്ഞാലും മതിയാവില്ല. വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ആണ്ടിറങ്ങുമ്പോൾ ഒരുപാട് മുത്തുകൾ വാരിയെടുക്കാൻ കഴിയും. അങ്ങനെ കഴിയട്ടെ. അതുപോലെ നമ്മുടെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ അദ്ദേഹത്തിന് വിശ്വനാഥ് സാറിന്റെ ആ സനാതന സുധ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. സത്യം പറയുന്നത് നമ്മൾ ഓരോരുത്തരും കരുതിയിരിക്കേണ്ട പുസ്തകമാണ് സനാതന സുധ. പിന്നെ സംസാരിക്കാം. ഇവിടെ ഇന്നത്തെ ഈ രാമായണക്കാര ദിവസം എല്ലാ പങ്കെടുത്ത എല്ലാ സുമനസ്സുകൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാക്കി പ്രാർത്ഥിക്കുകയാണ്. ജയശങ്കര, ജയശങ്കര. നാളെ വൈകുന്നേരം 7 മണിക്കാണ് നമ്മുടെ രാമായണക്കാറ്റ് പരിപാടി തുടങ്ങുന്നത്. ഒരു 6:50 ലിങ്ക് ഓപ്പൺ ചെയ്യും. നാളത്തത് കൊല്ലം ചാപ്റ്ററിന്റെയാണ്. ഇന്നിപ്പോ പറഞ്ഞ നിർത്തിയിൽ തുടങ്ങുക ശിവൻ ചെയ്യുന്ന കഥാകഥനം, ശിവന്റെ കഥാകഥനത്തിലൂടെ തുടങ്ങി വിശ്വാമിത്രന്റെ യാഗരക്ഷ തുടങ്ങുന്നതിന് മുമ്പ് വരെ അതാണ് നാളെ പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ. കൊല്ലം ചാപ്റ്ററിന്റെയാണ്. അപ്പൊ ഈ പ്രോഗ്രാം, ഇന്നത്തെ രാമായണക്കാറ്റ്, ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന്, അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ജ്യോതിഷ്ജിയെ ഈ മൈക്ക് ഒന്ന് ഏൽപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ഇന്ന് ജയേട്ടന്റെ മുഖം ഒന്നും ഇവിടെ കണ്ടില്ല. അദ്ദേഹം തിരക്കിലാണ് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം വീഡിയോ ഓഫ് ചെയ്ത്. ഇടയ്ക്ക് ശബ്ദം കേട്ട പോലെ തോന്നി. അല്ല, ഇടയ്ക്കൊന്ന് വന്നു പോയായിരുന്നു. എനിക്ക് തോന്നുന്നു നാമജപത്തിലാണ് അദ്ദേഹം. അങ്ങയുടെ മ്യൂട്ടാണ്. ജ്യോതിഷ, എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. വളരെ ഭക്തിപുരസരം എല്ലാവരും ചൊല്ലിയ ഇന്നത്തെ രാമായണ പാരായണത്തോടൊപ്പം ഞാനും പാരായണം ചെയ്തു. വളരെ ഭക്തിവത്തായ പ്രഭാഷണങ്ങൾ ഇന്ന് കടിയക്കോലിൻ്റെയും അതേപോലെ മാധവേട്ടൻ്റെയും വാമനേട്ടൻ്റെയും എല്ലാവരുടെയും സംഭാഷണങ്ങളും വളരെ മനോഹരമായ ഉഷയോപ്പോളുടെ ഇന്നത്തെ ക്ലാസ്സിനെ, ഇന്നത്തെ ആ ഭാഗത്തെക്കുറിച്ചുള്ള വിവരണവും ചോദ്യോത്തരവും എല്ലാം പങ്കെടുത്തു. പക്ഷെ കുറച്ച് തിരക്കിലും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇറങ്ങേണ്ടതായ ഒരു അത്യാവശ്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. തീർച്ചയായിട്ടും ഇന്ന് വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ തുടക്കം ഗംഭീരമായി അല്ലേ. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഡോക്ടർ ശ്രീകാന്ത് കടിയക്കോളിന്റെ വീഡിയോയുടെ എന്തോ പ്രശ്നം, അത് നെറ്റ്വർക്കിന്റെ ഓൺലൈനിന്റെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് കുറച്ച് സമയം നമുക്കത് ഒരു ലാഗ് ഫീൽ ചെയ്തു. പക്ഷേ ബാക്കിയുള്ളതെല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തവരെല്ലാവരും തന്നെ മനോഹരമാക്കി. അത് രാജീവട്ടം തൊട്ട് തുടങ്ങി സരസ്വതി അപ്പോളാകട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ഉഷ ചേനാസ് അപ്പോള്, ശോഭ ചേച്ചി, എല്ലാവരും, മാധവേട്ടൻ, വാമനേട്ടൻ, എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ വളരെ ക്ലിയർ ആക്കി. കാരണം അനുഭവ സമ്പത്ത്, നമുക്കൊരു 4 വർഷത്തെ ആ പരിചയ സമ്പത്ത് എന്നിവിടെ പ്രകടമായി. അത് എല്ലാവരിലും അതെനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഇതാണ് വേണ്ടത്. ഒരു കുടുംബമായിട്ട് പോകുമ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതല്ല, നമ്മൾ ആരും പിന്നിലല്ല, ആരും മുമ്പിലുമല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് ഉള്ള ഒരു മുന്നേറ്റമാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസം. നല്ലൊരു സഹായം സമ്മാനിച്ചതിന് നിങ്ങൾക്ക് ഏവർക്കും നന്ദി. എല്ലാവർക്കും ഭഗവാൻ രാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ വൈകുന്നേരം 7 മണിക്ക് വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലോക സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്ദി ഉണ്ടാവട്ടെ. ജയശങ്കര, 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 ജയശങ്കര.